ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് സീബ്ര എന്ന തെലുങ്കു മൂവിയാണ്. ബാങ്കിൽ ജോലി ചെയ്യുന്ന നായകനും നായികയും ഒരു മണി സ്കാമിൽ പെട്ടുപോകുന്നു. അതിൽ നിന്നും കരകയറാൻ വേണ്ടിയിട്ട് ആ ബാങ്ക് കൊള്ളയടിച്ച് കുറച്ച് കാശ് അവർക്ക് എടുക്കണം. ഈ ഒരു അവസ്ഥയിലേക്ക് അവരെത്താനുള്ള സാഹചര്യമാണ് മൂവിയുടെ ആദ്യ പകുതിയിൽ കാണിക്കുന്നത്. രണ്ടാമത്തെ പകുതിയിലാണ് ത്രില്ലടിപ്പിക്കുന്ന ആ ബാങ്ക് മോഷണം. അപ്പൊ നമുക്ക് ഒട്ടും താമസിയാതെ മൂവിയിലേക്ക് അടക്കാം. അതിനു മുമ്പ് എല്ലാവരും ഈ വീഡിയോ ലൈക്ക് ചെയ്ത് ചാനൽ സപ്പോർട്ട് ചെയ്യുക. മൂവിയുടെ തുടക്കത്തിൽ തന്നെ ബാങ്ക് ഓഫ് ട്രസ്റ്റിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് ആയ മുംബൈയിലേക്ക് ഒരു കോള് വരുന്നതാണ് കാണിക്കുന്നത്. അവരുടെ ആന്ധ്രയിലുള്ള ബ്രാഞ്ചിലെ വോൾട്ടിൽ നിന്നും ഒരുപാട് ക്യാഷ് മിസ്സായിരിക്കുന്നു. 2 പേരാണ് ഇതിന്റെ പിന്നിലെന്ന് അവർ മനസ്സിലാക്കി. അവർ 2 പേരെയും ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യാനും മറ്റു ബാങ്ക് ക്രൈംസിന്റെ പേരിലെല്ലാം തന്നെ അവരെ അറസ്റ്റ് ചെയ്യാനുമാണ് ഈ മുകളിൽ നിന്നുള്ള ആള് പറയുന്നത്. ഇനി ഇവിടെ ഒരു ഹർഷത് മേഹത്ത് കൂടി ജനിക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അയാൾ ആ കോള് കട്ട് ചെയ്യുന്നു. ഇനി കഥ കുറച്ചു ദിവസം പിന്നിലേക്ക് കാണിക്കുകയാണ്. ബാങ്ക് ഓഫ് ട്രസ്റ്റിന്റെ ഹൈദരാബാദ് ബ്രാഞ്ചിലെ റിലേഷൻഷിപ്പ് മാനേജറായിരുന്നു നമ്മുടെ നായകനായ സൂര്യ. ഹ്യൂജ് എമൗണ്ട് കയ്യിലുള്ള കസ്റ്റമേഴ്സ് അത് എവിടെ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇരട്ടിപ്പിക്കാമെന്നും മാക്സിമം ഇൻട്രസ്റ്റ് എങ്ങനെ നേടിയെടുക്കാം എന്നെല്ലാം തന്നെ അവർക്ക് പറഞ്ഞു കൊടുക്കുന്ന വ്യക്തിയായിരുന്നു സൂര്യ. സൂര്യയുടെ അമ്മയാകട്ടെ അവർക്ക് വേണ്ടിയിട്ടൊരു പുതിയ ഫ്ളാറ്റ് നോക്കാൻ വേണ്ടി പോയിരിക്കുകയായിരുന്നു. അതേ ഫ്ളാറ്റ് നോക്കാൻ തന്നെ നമ്മുടെ നായികയായ സ്വാതിയും വന്നിട്ടുണ്ട്. സ്വാതിയും സൂര്യ ഒരു റിലേഷൻഷിപ്പിലായിരുന്നു. എന്നാൽ അവന്റെ അമ്മയോട് ഇതുവരെയും അവനത് പറഞ്ഞിട്ടില്ല. സ്വാതി മറ്റൊരു ബാങ്കിലാണ് ജോലി ചെയ്യുന്നത്. ഒരു ദിവസം കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ സ്വാതി ഇവന്റെ ബാങ്കിലേക്ക് ജോയിൻ ചെയ്യാൻ ഇരിക്കുകയാണ്. അവിടെ വന്ന് ഫ്ളാറ്റ് കാണുമ്പോൾ അമ്മയ്ക്ക് ഇഷ്ടപ്പെടുന്നു. എന്നാൽ അതിന് വില കുറച്ച് കൂടുതലായിരുന്നു. ഇത് തനിക്ക് അഫോർഡ് ചെയ്യാൻ പറ്റില്ല എന്നാണ് അവൻ പറയുന്നത്. എന്നാ പിന്നെ നീ കെട്ടാൻ പോകുന്ന പെണ്ണിന്റെ കയ്യിൽ നിന്ന് ഞാൻ സ്ത്രീധനം വാങ്ങിച്ചിട്ട് ഈ ഫ്ളാറ്റ് വാങ്ങാമെന്ന് പറയുന്നു. ശരിക്കും അവന്റെ അമ്മയ്ക്ക് അവർ തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ പറ്റി അറിയാമായിരുന്നു. അതുകൊണ്ട് അവളെ ഒന്ന് പേടിപ്പിക്കാൻ വേണ്ടിയാണ് അവരങ്ങനെ പറഞ്ഞത്. എന്നാൽ തൽക്കാലം ഞാൻ ഹോം ലോണിന് അപ്ലൈ ചെയ്തിട്ടുണ്ട്, അത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ഫ്ളാറ്റ് തന്നെ വാങ്ങാമെന്ന് പറഞ്ഞ് അവൻ അമ്മയെ സമാധാനിപ്പിക്കുന്നു. സൂര്യയുടെ ബാങ്കിലുള്ള ഏറ്റവും അടുത്ത കൂട്ടുകാരനായിരുന്നു ബഡ്ഡി. അവൻ എങ്ങനെയാ ബാങ്കിൽ ജോലി കിട്ടിയെന്ന് എല്ലാവർക്കും അത്ഭുതമായിരുന്നു. കാരണം അവനോട് ചെയ്യാൻ പറയുന്ന ഒരു ടാർഗറ്റും തന്നെ അവന് കംപ്ലീറ്റ് ആക്കാൻ ഇതുവരെയും കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അവസാനം സൂര്യയുടെ ഹെൽപ്പോട് കൂടിയാണ് അവൻ പലതും കംപ്ലീറ്റ് ആക്കിയിരിക്കുന്നത്. ഇത്തവണയും ബാങ്ക് മാനേജർ ഷീലയുടെ കയ്യിൽ നിന്ന് ഒരുപാട് വഴക്ക് കിട്ടിയിട്ടാണ് അവൻ വന്നിരിക്കുന്നത്. ആൾക്കാരെല്ലാം കൊല്ലുന്ന സ്നേക്ക് എന്നായിരുന്നു എല്ലാവരും ഷീലയെ വിളിച്ചിരുന്നത്. അവരുടെ ടോർച്ചർ കാരണം എംപ്ലോയീസ് ആത്മഹത്യ ചെയ്ത കാര്യം വരെ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ അതൊന്നും തന്നെ ഷീല മൈൻഡ് ചെയ്തിരുന്നില്ല. ഷീലയ്ക്ക് ഓൾറെഡി സൂര്യയോട് ഒരുപാട് ദേഷ്യമുണ്ട്. എന്തെങ്കിലും ഒരു തെറ്റ് അവന്റെ ഭാഗത്തു നിന്ന് വന്നു കഴിഞ്ഞാൽ അവനെ എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് പുറത്താക്കണം എന്നൊരൊറ്റ ലക്ഷ്യത്തോടെയാണ് അവൾ അവിടെ വർക്ക് ചെയ്യുന്നത്. ഈ ഷീലയ്ക്ക് ഒരു സഹായം ഉണ്ടായിരുന്നു. പങ്കജ് എന്നാണ് അവന്റെ പേര്. അവിടുത്തെ എംപ്ലോയീസ് തമ്മിൽ സംസാരിക്കുന്ന കാര്യങ്ങളെല്ലാം ഒളിഞ്ഞിരുന്ന് കേട്ടിട്ട് അതെല്ലാം ഷീലയോട് പോയി പറഞ്ഞു കൊടുക്കുന്നതാണ് അവന്റെ മെയിൻ പണി. ഇനി അടുത്തതായിട്ട് ഈ മൂവിയിലെ കുറച്ച് വില്ലന്മാരെയാണ് കാണിക്കുന്നത്. ഗുപ്ത എന്ന ഇയാളാകട്ടെ ആദി എന്നൊരു ബിസിനസ്മാന്റെ അടുത്തൊരു ഡീലുമായിട്ട് വന്നിരിക്കുകയാണ്. എന്നാൽ ആദി ഡയറക്റ്റ് ഇവരോട് സംസാരിക്കുന്നില്ല. പകരം ടാഗോർ എന്ന് പറയുന്ന അയാളുടെ വലങ്കയാണ് അയച്ചിരിക്കുന്നത്. ഫോണിലൂടെയാണ് ആദി സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. NCLT-യില് ഒരു എയർലൈൻ കമ്പനി ഓപ്ഷനിൽ വന്നിട്ടുണ്ട്. ആ എയർലൈൻ കമ്പനി ഗുപ്തയ്ക്ക് വേണം. എന്നാൽ ഗുപ്തയ്ക്ക് അവിടെ ചില പേപ്പേഴ്സ് ശരിയാവാത്ത കാരണം ആ കമ്പനി ഡയറക്റ്റ് ആയിട്ട് വാങ്ങിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ആദി വഴി അത് വാങ്ങിപ്പിക്കാനുള്ള ശ്രമം നടക്കുന്നത്. അതിനിടയിൽ ഒരു ബ്രോക്കർ ഉണ്ട്. ആ ബ്രോക്കറിന്റെ സഹായത്തോടു കൂടി വേണം അവിടെ നിന്നും അത് വാങ്ങിയെടുക്കാൻ. 1000 കോടിയാണ് അവിടുത്തെ ഗവൺമെന്റ് പറയുന്നത്. എന്നാൽ എല്ലാം കേട്ട് കഴിയുമ്പോൾ ആദ്യം പറയുന്നുണ്ട് ഞാനത് 800 കോടിക്ക് വാങ്ങിത്തരാമെന്ന്. ബ്രോക്കറിന് 10 കോടി കൊടുക്കാമെന്ന് സമ്മതിക്കുന്നു. അതിൽ 5 കോടി ഇപ്പോഴും ബാക്കി എയർലൈൻ വാങ്ങിയതിനു ശേഷവും. ഗുപ്തയാകിട്ട് തന്റെ അനുയായിയോട് പറയുന്നുണ്ട് 5 കോടി ഇപ്പൊ തന്നെ ബ്രോക്കറിന് കൊടുക്കാൻ. എന്നാൽ ആ ബ്രോക്കർ പറയുന്നു എനിക്ക് ബ്ലാക്ക് മണി വേണ്ട, വൈറ്റ് മണി വേണമെന്ന്. ഇത് കേട്ട് ടാഗോർ പറയുന്നുണ്ട് അത് ഞാൻ വൈറ്റ് ആക്കി തരാമെന്ന്. ഡീലെല്ലാം ഓക്കെ എന്ന് മനസ്സിലായി കഴിയുമ്പോൾ ഗുപ്തയാകട്ടെ ആദ്യയോട് പറയുന്നുണ്ട് 1000 കോടിയുടെ എയർലൈൻ നീ 800 കോടിക്ക് എനിക്ക് വാങ്ങിത്തരുവാണെങ്കിൽ ബാക്കി 200 കോടി നീ തന്നെ എടുത്തോളാൻ. എന്നാൽ ഇത് കേട്ടതും ആദ്യം പറയുന്നുണ്ട് എനിക്ക് 200 കോടിയൊന്നും വേണ്ട, ഒരു നയാ പൈസ എനിക്ക് വേണ്ട. എനിക്ക് വേണ്ടത് ഒരേ ഒരു കാര്യമാണ്, നിന്റെ ബോസിനെ എനിക്ക് കാണണം. ഇവിടെ വേറെ ഏത് ബോസാ ഉള്ളത്? ഞാനാണ് ഇവിടുത്തെ ബോസ് എന്ന് ഗുപ്ത പറയുന്നു. നീ ഇവിടുത്തെ ബോസ് ഒന്നും അല്ലാന്ന് എനിക്കറിയാം. നിനക്ക് നിന്റെ ആൾക്കാർക്ക് മുകളിൽ മറ്റൊരു ബോസ് ഉണ്ട്. എനിക്ക് അയാളെ നേരിട്ട് കാണണം. ശരിക്കും ആ ബോസിന് വേണ്ടിയിട്ടായിരുന്നു ഗുപ്ത ഈ കമ്പനി വാങ്ങുന്നത് തന്നെ. അങ്ങനെ ഈ കമ്പനി ഞാൻ വാങ്ങിത്തരുവാണെങ്കിൽ ആ ബോസിനെ എനിക്ക് നേരിട്ട് കാണണമെന്നാണ് ആദ്യം പറയുന്നത്. പക്ഷെ ഗുപ്തയ്ക്ക് അതൊന്നും തീരെ ഇഷ്ടപ്പെടുന്നില്ല. എന്നാലും തൽക്കാലം അയാൾ അത് സമ്മതിക്കുന്നു. അതേ ടൈമിൽ സൂര്യയാകട്ടെ സാദിയെ വിളിക്കുന്ന സമയത്ത് അവൾ എന്തോ വലിയ ടെൻഷനിലാണെന്നും പ്രശ്നത്തിലാണെന്നും മനസ്സിലാക്കുന്നു. അവളുടെ ബാങ്കിലേക്ക് ചെല്ലുമ്പോഴാണ് സൂര്യ അറിയുന്നത് അവളുടെ ബാങ്കിൽ അവൾ ഡെപ്പോസിറ്റ് ചെയ്ത ഒരു ചെക്കാകട്ടെ റോങ് നമ്പർ അടിച്ചിട്ട് മറ്റൊരു അക്കൗണ്ടിലേക്കാണ് പോയത്. ഇത് അവളുടെ കയ്യിൽ നിന്ന് പറ്റിയ മിസ്റ്റേക്ക് അല്ല, കൂടെ ഉണ്ടായിരുന്ന പയ്യന്റെ കയ്യിൽ നിന്ന് പറ്റിയ മിസ്റ്റേക്ക് ആണ്. പക്ഷെ ഇവളും അത് ശ്രദ്ധിച്ചില്ല. പ്രശ്നം വരുവാണെങ്കിൽ ഞങ്ങൾക്ക് 2 പേർക്കുമാണ് പ്രശ്നം വരുന്നത്. ഇവിടെ ഏറ്റവും വലിയ ഇഷ്യൂ എന്ന് പറയുന്നത് 4 ലക്ഷത്തിന്റെ ആ ചെക്ക് ക്യാഷ് ആക്കാൻ വന്ന ആൾക്ക് അത് അത്യാവശ്യമാണ്. ആ 4 ലക്ഷം കിട്ടിയിട്ട് വേണം അയാളുടെ മകളുടെ ട്രീറ്റ്മെന്റ് നടത്താൻ. ഇന്ന് തന്നെ കൊടുക്കുകയും വേണം. എന്നാൽ ഏത് അക്കൗണ്ടിലേക്കാണോ ആ 4 ലക്ഷം മാറിയിട്ടത് ആ അക്കൗണ്ടിന്റെ ഓണർ ആകട്ടെ ആ 4 ലക്ഷവും വേറെ ഏതോ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് മാറ്റിയിരിക്കുന്നു. അത് കാരണം അയാളുടെ അക്കൗണ്ടിൽ നിന്ന് അത് തിരിച്ചെടുക്കാനും പറ്റുന്നില്ല. ഈ 4 ലക്ഷം ഇനി ഇവർക്ക് എങ്ങനെ കൊടുക്കുമെന്ന് അറിയാൻ വയ്യാതെ ടെൻഷനിലായിരുന്നു. അവരാകട്ടെ പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഒടുവിൽ സൂര്യയാകട്ടെ അവരെ എല്ലാവരും സമാധാനിപ്പിക്കുന്നു. ഇവിടെ കിടന്ന് കംപ്ലൈന്റ് കൊടുത്തിട്ടും പ്രശ്നം ഉണ്ടാക്കിയിട്ട് കാര്യമില്ല. നിങ്ങളുടെ മകളുടെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് ഇപ്പൊ 4 ലക്ഷം വേണം. അത് ഞാൻ എങ്ങനെയെങ്കിലും സെറ്റാക്കി തരാം. അങ്ങനെ അവരൊരു പ്ലാൻ ഇടുകയാണ്. ആരുടെ അക്കൗണ്ടിലേക്കാണോ ഈ ക്യാഷ് പോയത് ആ അക്കൗണ്ട് ഓണറുടെ എല്ലാ ഡീറ്റെയിലും തന്നെ സ്വാതി എടുക്കുന്നു. ബെന്നി എന്നായിരുന്നു അയാളുടെ പേര്. സൂര്യ ബെന്നിയുടെ ഡീറ്റെയിൽസ് ബഡ്ഡിക്ക് അയച്ചു കൊടുത്തിട്ട്
ഈ ബെന്നിക്ക് മറ്റേതൊക്കെ ബാങ്കിൽ അക്കൗണ്ട് ഉണ്ടെന്ന് ചെക്ക് ചെയ്യാൻ പറയുന്നു. എന്നിട്ട് സാദിയോട് പറയുന്നുണ്ട് 1 മണിക്കൂറിൽ ഞാൻ എന്തൊക്കെ പറയുന്നു അതെല്ലാം നീ ചെയ്യണം. അവളുടെ ഒരു ബോട്ട് ചെക്ക് എടുത്തിട്ട് വരാൻ പറയുന്നു. അതിൽ 4 ലക്ഷം എഴുതണം. എന്നാൽ എന്റെ അക്കൗണ്ടിൽ 4 ലക്ഷം ഒന്നും ഇല്ലാന്നാണ് അവൾ പറയുന്നത്. അതൊന്നും നീ ചിന്തിക്കണ്ട, 4 ലക്ഷം എഴുതി നീ കൊണ്ടുപോയി അവിടെ കൊടുത്താൽ മതി. അവൾ അവിടെ ഡെപ്പോസിറ്റ് ചെയ്യാൻ കൊടുത്തത് സൂര്യയുടെ ബാങ്കിലുള്ള അവളുടെ അക്കൗണ്ടിന്റെ ചെക്ക് ലീഫ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ അത് ക്ലിയറൻസിന് വേണ്ടി വരുന്നത് സൂര്യയുടെ ബാങ്കിലേക്കാണ്. അത് അവിടെ എത്തിക്കഴിഞ്ഞപ്പോ അത് കൈകാര്യം ചെയ്യുന്ന ലേഡിയെ സൂര്യ വിളിക്കുന്നു. എന്നാൽ അവളുടെ അക്കൗണ്ടിൽ 12,000 മാത്രമേ ഉള്ളൂ, ഞാൻ പിന്നെ എങ്ങനെ ഇത് എൻട്രി ചെയ്യുമെന്നാണ് അവൾ ചോദിക്കുന്നത്. അതൊന്നും നീ ടെൻഷൻ ആകണ്ട, ഫൈനൽ എൻട്രിക്ക് ഇനി 3 മണിക്കൂറില്ലേ, അതുകൊണ്ട് തൽക്കാലം നീ ഇതിപ്പോൾ എൻട്രി ചെയ്യണം. എന്നിട്ട് ഏറ്റവും അടിയിൽ ഈ ചെക്ക് വെക്കണം. ഈ 3 മണിക്കൂറിനുള്ളിൽ മാക്സിമം ആ അക്കൗണ്ടിൽ 4 ലക്ഷം ഞാൻ ഇടും. എന്നാൽ എന്തെങ്കിലും കാരണവശാൽ ഈ പ്ലാൻ ഫെയിൽ ആയി കഴിഞ്ഞാൽ ഫൈനൽ എൻട്രിക്ക് മുൻപ് തന്നെ നീ ഇത് ടൈപ്പർ ആണെന്ന് പറഞ്ഞിട്ട് ക്ലിയർ ചെയ്താൽ മതി. അങ്ങനെ സാധാരണ സംഭവിക്കാറുള്ളതല്ലേ. ആ പ്ലാനിന് ആ പെൺകുട്ടി ഓക്കെ പറയുന്നു. ഇനി അടുത്ത പ്ലാൻ എങ്ങനെ 4 ലക്ഷം സംഘടിപ്പിക്കുന്നതായിരുന്നു. സാദിയുടെ അവൻ പറയുന്നുണ്ട്, നീ നിന്റെ തന്നെ മാനേജറിനെ പോയി കണ്ടിട്ട് 4 ലക്ഷം പെട്ടെന്ന് അത്യാവശ്യമായിട്ട് ക്യാഷ് ആയിട്ട് വാങ്ങണം. അവൾ അതുപോലെ അയാളെ പോയി കാണുന്നു. 4 ലക്ഷം ചോദിക്കുന്നു. പകരമായിട്ട് തന്റെ അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് അവൾ കാണിക്കുന്നുണ്ട് 4 ലക്ഷത്തിന്റെ ബോട്ട് ചെക്ക് കിടപ്പുണ്ട്, ലെഡ്ജർ ബാലൻസ് 4 ലക്ഷം തന്നെ കാണിക്കുന്നുണ്ടെന്ന്. 4 ലക്ഷം എന്റെ അക്കൗണ്ടിൽ വൈകുന്നേരം ക്രെഡിറ്റ് ആയിക്കോളും, അതെനിക്ക് കുറച്ചു മുന്നേ ഒന്ന് തന്നാൽ മാത്രം മതി. അങ്ങനെ അവൾ കുറെ റിക്വസ്റ്റ് ചെയ്യുമ്പോൾ അയാൾ സമ്മതിച്ചിട്ട് 4 ലക്ഷം അവളുടെ കയ്യിലെടുത്ത് കൊടുക്കുന്നു. അത് സൂര്യയാകട്ടെ ആ കസ്റ്റമറിന്റെ കൊടുത്തിട്ട് പറയുന്നുണ്ട് നിങ്ങളുടെ മകളുടെ ചികിത്സ നടക്കട്ടെ എന്ന്. ആ പ്രശ്നം അവർ സോൾവ് ആക്കി. ഇനി അവരുടെ അടുത്ത പ്രശ്നം ആ 4 ലക്ഷം വീണ ബെന്നിയുടെ അക്കൗണ്ടിൽ നിന്നും ആ 4 ലക്ഷം തിരിച്ചെടുത്ത് വൈകുന്നേരത്തിന് മുമ്പ് സാദിയുടെ അക്കൗണ്ടിൽ ഇടണം. എന്നാൽ മാത്രമേ അവൾ ഇപ്പോൾ വാങ്ങിയ ക്യാഷിന് പകരമായിട്ട് ബാങ്കിലേക്ക് ക്യാഷ് കയറൂ. സൂര്യയുടെ അടുത്ത കളി ഇനി തന്റെ സ്വന്തം ബാങ്കിലായിരുന്നു. അവൻ തന്റെ ബാങ്കിലെത്തി കഴിയുമ്പോൾ ബഡ്ഡി പറയുന്നുണ്ട് ബെന്നിയുടെ അക്കൗണ്ടിലേക്ക് കയറിയ ആ 4 ലക്ഷം ബെന്നി മാറ്റിയിരിക്കുന്നത് വേറെ 2 അക്കൗണ്ടുകളിലേക്കാണ്. ഒന്ന് നമ്മുടെ ബാങ്കിന്റെ അക്കൗണ്ടാണ്, അതിൽ 2 ലക്ഷം കയറിയിട്ടുണ്ട്. മറ്റൊന്ന് SSB ബാങ്കിന്റെ അവന്റെ അക്കൗണ്ടാണ്, അതിലും 2 ലക്ഷം കയറിയിട്ടുണ്ട്. പക്ഷെ അവന്റെ കംപ്ലീറ്റ് ട്രാൻസാക്ഷൻ ഹിസ്റ്ററി നോക്കിയതിൽ നിന്ന് എനിക്ക് മനസ്സിലായി ഒരു സാധാരണ മനുഷ്യന്റെ അക്കൗണ്ട് അല്ലത്. കാരണം അവന്റെ അക്കൗണ്ടിലൂടെ കോടികൾ കൈമറിയുന്നുണ്ട്. പക്ഷെ 4 ലക്ഷത്തിന് അവൻ എന്തുകൊണ്ട് ഇത്ര ആഗ്രഹം വന്നു എന്നുള്ളത് മനസ്സിലാകുന്നില്ല. സൂര്യ ഒരു പ്ലാൻ ഇടുന്നു. അവന്റെ ട്രാൻസാക്ഷൻ ഹിസ്റ്ററി എല്ലാം തന്നെ എടുത്ത് ബെന്നിയുടെ വാട്സ്ആപ്പ് നമ്പറിലേക്ക് തന്നെ അയച്ചു കൊടുക്കുന്നു. മാത്രമല്ല ഒരു ലാൻഡ് വെച്ചിട്ട് അവൻ നമ്മുടെ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ടുണ്ട്. അതിന്റെ EMI ഒന്നും തന്നെ കറക്റ്റ് ആയിട്ട് അടച്ചിട്ടുമില്ല. അയച്ച വാട്സ്ആപ്പ് മെസ്സേജ് ഒന്നും തന്നെ ബെന്നി കണ്ടിട്ടില്ല എന്ന് മനസ്സിലായതും പെട്ടെന്ന് തന്നെ സൂര്യ അവന്റെ നമ്പറിലേക്ക് വിളിക്കുന്നു. എന്നിട്ട് പറയുന്നുണ്ട് ഞങ്ങളുടെ ഒരു കോൺടെസ്റ്റ് സാർ വിൻ ചെയ്തു എന്ന്. വാട്സ്ആപ്പ് ഓപ്പൺ ആക്കാൻ ക്വാർട്ടറിലെ 2 കോടി അടുപ്പിച്ച് ട്രാൻസാക്ഷൻ നടക്കുന്ന അക്കൗണ്ടുകൾക്ക് ഞങ്ങൾ സ്വിറ്റ്സർലൻഡിലേക്ക് ഒരു ഫ്രീ ട്രിപ്പ് അറേഞ്ച് ചെയ്യുന്നുണ്ട്. അതിൽ ഇത്തവണത്തെ വിന്നർ സാറാണ്. എന്നാൽ തനിക്കതിലൊന്നും താല്പര്യമില്ല എന്നാണ് ബെന്നി പറയുന്നത്. സാറിന് താല്പര്യമില്ലെങ്കിൽ ആ ട്രിപ്പിന്റെ ക്യാഷ് ഞാൻ എടുത്തോട്ടെ എന്ന് അവൻ ചോദിക്കുന്നു. എത്ര രൂപ ക്യാഷ് വരുമെന്ന് ചോദിക്കുമ്പോൾ ഏകദേശം 12 ലക്ഷത്തോളം വരുമെന്നാണ് അവൻ പറയുന്നത്. ഇത് കേട്ട് കണ്ണുമഞ്ഞളിച്ച ബെന്നി ആകട്ടെ പറയുന്നുണ്ട് ഒരു കാര്യം ചെയ്യ്, എനിക്ക് ട്രിപ്പ് ഒന്നും വേണ്ട, ആ ട്രിപ്പിന്റെ ക്യാഷ് നിങ്ങൾ എന്റെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്താൽ മതിയെന്ന്. എന്നാൽ അവന്റെ സ്വന്തം അക്കൗണ്ടിലേക്ക് അത് ഇടണ്ടെന്ന് ബെന്നി പറയുന്നു. കാരണം എന്റെ വൈഫിന് എന്റെ അക്കൗണ്ട് നമ്പറും പാസ്വേഡും എല്ലാം തന്നെ അറിയാം. അതുകൊണ്ട് അവള് ചിലപ്പോൾ ആ ക്യാഷ് കണ്ടു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് തരില്ല. അനാവശ്യ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് കാശ് കളയും. അതൊക്കെ ഞാൻ ഏറ്റു. സാർ ഒരു കാര്യം ചെയ്യ്, ഞാൻ സാറിന്റെ റിലേഷൻഷിപ്പ് മാനേജർ ആവാം. അതിന് വേണ്ടിയിട്ടുള്ളൊരു ഫോം ഞാൻ സാറിന് അയച്ചു തരും. അതിൽ ജസ്റ്റ് ഓക്കെ എന്ന് ടൈപ്പ് ചെയ്ത് എനിക്ക് തിരിച്ചയച്ചാൽ മതി. അങ്ങനെ അവൻ ബെന്നിയുടെ മെയിലിലേക്ക് അത് അയച്ചു കൊടുക്കുകയും അതിൽ ഓക്കെ എന്ന് ടൈപ്പ് ചെയ്ത് ബെന്നി തിരിച്ചയക്കുന്നതിലൂടെ തന്നെ സൂര്യയാകട്ടെ ബെന്നിയുടെ റിലേഷൻഷിപ്പ് മാനേജർ ആകുന്നു. എന്നിട്ട് സിസ്റ്റത്തിൽ നിന്നും അവന്റെ സൈൻ കണ്ടുപിടിച്ച് ക്യാഷ് വിത്ഡ്രോ ചെയ്യാനുള്ള ഫോം പൂരിപ്പിച്ച് 2 ലക്ഷത്തിന്റെ 2 ഫോം ആക്കി മാറ്റുന്നു. അതിൽ ഒരു ഫോം ആകട്ടെ അവന്റെ ബാങ്കിൽ തന്നെ കൊടുത്തിട്ട് അവന്റെ ബാങ്കിലുള്ള ബെന്നിയുടെ അക്കൗണ്ടിലെ 2 ലക്ഷം അവൻ എടുക്കുന്നു. അടുത്ത 2 ലക്ഷം കിടക്കുന്നത് SSB ബാങ്കിലായിരുന്നു. സൂര്യ നേരെ ബാങ്കിലേക്ക് പോയ ശേഷം ബെന്നിയുടെ പേരിലുള്ള ക്യാഷ് വിത്ഡ്രോ ചെയ്യാനുള്ള ഫോം കാണിക്കുന്നു. ഞാൻ അവന്റെ റിലേഷൻഷിപ്പ് മാനേജർ ആണെന്നും എത്രയും പെട്ടെന്ന് ക്യാഷ് വേണമെന്നും പറയുന്നു. എന്നാൽ അവിടെ ഇരുന്ന പെൺകുട്ടി പറയുന്നുണ്ട് ആള് നേരിട്ട് വരാതെ ഞാൻ ക്യാഷ് തരില്ല എന്ന്. ഇത് കേട്ട് സൂര്യക്ക് ദേഷ്യം വന്നിട്ട് അവൻ കുറെ ഷൗട്ട് ചെയ്യുന്നു. ഞാൻ അയാളുടെ റിലേഷൻഷിപ്പ് മാനേജറാ, മാത്രമല്ല അയാളുടെ ബെസ്റ്റ് ഫ്രണ്ട് കൂടിയാ. അവനെന്നെ കണ്ണുടച്ചാ വിശ്വസിക്കുന്നത്. എന്റെ കൂടെ ആലോചിച്ചിട്ടാണ് അവൻ പലയിടത്തുനിന്ന് ലോൺ എടുത്തിട്ടുള്ളത്. ആ ക്യാഷ് ഒക്കെ ഓൺലൈൻ റമ്മി കളിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞിട്ട് അവൻ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത്രയധികം അവൻ എന്നെ വിശ്വാസമാണ്. ഞാനൊരു ഫോൺ ചെയ്താൽ മതി, അവൻ ഈ ബാങ്കിൽ അക്കൗണ്ട് പോലും ക്ലോസ് ചെയ്യും. മര്യാദയ്ക്ക് നിങ്ങൾ കാശ് തരുന്നതാ നല്ലത്. ഇനി നിങ്ങൾക്ക് എന്നെ വിശ്വാസം ഇല്ലെങ്കിൽ എന്റെ ID കാർഡ് എല്ലാം കണ്ടോന്ന് പറഞ്ഞിട്ട് അവൻ എല്ലായിടത്ത് കാണിക്കുന്നു. ആ പെൺകുട്ടി പറയുന്നുണ്ട് നിങ്ങൾ ബഹളം ഉണ്ടാക്കണ്ട, ഞാൻ മാനേജർ അടുത്ത് പോയി സംസാരിക്കട്ടെ എന്ന്. എന്നിട്ട് അവൾ സംസാരിച്ചിട്ട് തിരിച്ചു വന്നിട്ട് പറയുന്നുണ്ട് ഈ ഒരു തവണത്തേക്ക് ക്യാഷ് തരാമെന്ന്. ബെന്നിയുടെ അക്കൗണ്ടിൽ ഉണ്ടായിരുന്ന ആ 2 ലക്ഷം രൂപയും അവൾ അവന് കൊടുക്കുന്നു. ഇതോടുകൂടി ഈ SSB ബാങ്കിൽ ഉണ്ടായിരുന്ന ബെന്നിയുടെ അക്കൗണ്ടിലെ 2 ലക്ഷം രൂപയും സൂര്യയുടെ ബാങ്കിൽ ഉണ്ടായിരുന്ന ബെന്നിയുടെ അക്കൗണ്ടിലെ 2 ലക്ഷം രൂപയും ഇപ്പോൾ സൂര്യയുടെ കയ്യിലാണ്. അവനത് തിരിച്ച് സാദിയുടെ അക്കൗണ്ടിലേക്ക് ഇടുകയും വൈകുന്നേരം ആയപ്പോഴേക്കും ബാങ്കിൽ നിന്നും സാദി വാങ്ങിച്ചതിന് പകരമായിട്ടുള്ള ക്യാഷ് സാദിയുടെ അക്കൗണ്ടിൽ കയറുകയും ചെയ്തു. സാദിയുടെ ബാങ്കിൽ നടന്ന മിസ്റ്റേക്ക് മൂലം ബെന്നിയുടെ അക്കൗണ്ടിലേക്ക് പോയ 4 ലക്ഷം രൂപ എന്തായാലും ഈ കളിയിലൂടെ അവർ തിരിച്ചു പിടിച്ചു. തന്റെ അക്കൗണ്ടിൽ നിന്നും ക്യാഷ് പോയ വിവരം മനസ്സിലാക്കിയ ബെന്നിയാകട്ടെ സൂര്യയെ വിളിക്കുന്നുണ്ടെങ്കിലും അവൻ ഫോൺ എടുക്കുന്നില്ല. പ്രശ്നങ്ങളെല്ലാം സോൾവ് ആയി കഴിയുമ്പോൾ സാദി അവനോട് പറയുന്നുണ്ട് ഇപ്പൊ കാണിച്ച പോലത്തെ ഒരു പരിപാടിയും ഇനി നീ ഭാവിയിൽ കാണിക്കാൻ പാടില്ല, അതിനെനിക്ക് വാക്ക് തരണം, ഞാൻ ഇനി അങ്ങനൊന്നും ചെയ്യില്ല എന്ന് അവൻ പറയുന്നു. പിന്നീട് ദിവസങ്ങളെല്ലാം നോർമലായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനിടയ്ക്ക് തുടക്കത്തിൽ കാണിച്ച ഗുപ്ത എന്ന് പറയുന്ന ആളെ കാണിക്കുന്നുണ്ട്. അയാൾ ആദ്യം കാണാൻ വേണ്ടിയിട്ട് ഒരിടത്ത് ചെന്നിരിക്കുന്നു. അതേസമയം ആദിയുടെ മകൻ സ്കൂളിൽ പോകുമ്പോൾ ഫുൾ സെക്യൂരിറ്റിയോട് കൂടി തന്നെയാണ് പോകുന്നത്. ബെന്നിയാകട്ടെ
എന്നിട്ട് ഒരു സാധാരണ പെണ്ണുമായിട്ട് ലേലം നടക്കുന്നിടത്തേക്ക് പോകുന്നു. അത് ആന്റിക് പെണ്ണാണെന്ന് പറഞ്ഞിട്ട് ആ ലേലത്തിൽ അതും വെക്കുന്നു. 5 കോടി രൂപയ്ക്ക് അവൻ ഏർപ്പാടാക്കിയ ആള് തന്നെ ആ പെൺ വാങ്ങുന്നു. അതിലൂടെ തന്റെ കയ്യിലുണ്ടായിരുന്ന ഒരു 5 കോടി അവൻ വൈറ്റ് മണിയാക്കി മാറ്റുകയാണ്. ആ സമയം സൂര്യയുടെ ബാങ്കിലെ ബാങ്ക് മാനേജറായ ഷീലയ്ക്ക് ഒരു കോള് വരുന്നു. എന്തോ വലിയ സ്കാം നടന്നിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട്. സൂര്യ ബാങ്കിലേക്ക് എത്തിയപ്പോഴേക്കും അവിടെ കംപ്ലൈന്റ്സ് ടീമിന്റെ ഹെഡ് വന്നിട്ട് അവനെ ചോദ്യം ചെയ്യാൻ ആരംഭിച്ചു. കസ്റ്റമർ ബെന്നി എന്ന് പറയുന്ന ആളുടെ അക്കൗണ്ടിൽ നിന്ന് നീ 2 ലക്ഷം വിഡ്രോ ചെയ്തു എന്ന് ചോദിക്കുന്നു ഈ ബാങ്കിൽ നിന്നും. അത് കസ്റ്റമർ തന്നെ അപ്രൂവൽ തന്നിട്ടാണ് ഞാൻ വിഡ്രോ ചെയ്തതെന്നാണ് അവൻ പറയുന്നത്. പക്ഷേ അയാളുടെ അക്കൗണ്ടിൽ നിന്നും ഇപ്പൊ 5 കോടി കാണാതായിരിക്കുന്നു. അതിനെപ്പറ്റി തനിക്കൊന്നും അറിയില്ല എന്ന് സൂര്യ പറയുന്നു. എന്നാൽ ആ ടീം ഹെഡ് പറയുന്നുണ്ട് ബെന്നിയുടെ അക്കൗണ്ടിൽ നിന്നും കാണാതായ ആ 5 കോടിയാകട്ടെ ഇന്ത്യൻസ് ബാങ്ക് അക്കൗണ്ടിലേക്കാണ് പോയിരിക്കുന്നത്. ആ ഇന്ത്യൻസ് ബാങ്ക് അക്കൗണ്ട് ഹോൾഡ് ചെയ്യുന്നത് നിന്റെ പേരിലുമാണ്. എനിക്ക് ആ ബാങ്കിൽ അക്കൗണ്ട് ഇല്ലാന്നും ഇത് എന്റെ അക്കൗണ്ട് അല്ലാന്നും അവൻ പറയുന്നു. എന്നാൽ ഷീല പറയുന്നുണ്ട് ആ കാശെല്ലാം മോഷ്ടിച്ച് ഇവൻ എവിടെ ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണെന്ന്. അവനോടുള്ള ദേഷ്യം എല്ലാം തന്നെ അവൾ അപ്പൊ തീർക്കാൻ ആരംഭിച്ചിരുന്നു. താൻ ആ ക്യാഷ് എടുത്തിട്ടില്ല എന്ന് അവൻ 100 തവണ പറയുന്നുണ്ട്. എന്നാൽ തെളിയിക്കാനായിരുന്നു ഷീല പറയുന്നത്. കംപ്ലൈന്റ്സ് ഓഫീസറും പറയുന്നുണ്ട് അതെങ്ങനെയാണെങ്കിലും നീ തെളിയിച്ചേ പറ്റുമെന്ന്. അതിനിടയ്ക്ക് അവന്റെ ഫോണിലേക്ക് ഒരു പ്രൈവറ്റ് നമ്പറിൽ നിന്ന് കോള് വരുന്നുണ്ട്. അവൻ അതൊന്നും തന്നെ അറ്റൻഡ് ചെയ്യുന്നില്ല, ആ ടെൻഷനിലായത് കാരണം. ഒടുവിൽ ബഡ്ഡിയുടെ ഹെൽപ്പോട് കൂടി അവന്റെ യഥാർത്ഥ അക്കൗണ്ടിന്റെ ഡീറ്റെയിൽസും ഇപ്പൊ വന്നിരിക്കുന്ന അവന്റെ ഈ ഫേക്ക് അക്കൗണ്ടിന്റെ ഡീറ്റെയിൽസും എല്ലാം തന്നെ എടുത്തുകൊണ്ട് വരുന്നു. അവനോട് ആ കംപ്ലൈന്റ്സ് ഓഫീസർ സൈൻ ചെയ്യാൻ പറയുന്നുണ്ട്. ആ സൈൻ ആകട്ടെ ആ ഫേക്ക് അക്കൗണ്ടിൽ ഉണ്ടായിരുന്ന സൈനുമായിട്ട് മാച്ച് ചെയ്ത് നോക്കുമ്പോൾ അവർക്ക് മനസ്സിലാകുന്നുണ്ട് അത് ആരോ കള്ള സൈൻ ഇട്ടിരിക്കുകയാണെന്ന്. ഇവൻ പറഞ്ഞതെല്ലാം സത്യമാണ്, അത് ഇവന്റെ അക്കൗണ്ട് അല്ല, ആരോ ഇവന്റെ പേരിൽ ഫേക്ക് ആയിട്ട് തുടങ്ങിയിരിക്കുകയാണ്. സത്യം മനസ്സിലായതോടുകൂടി ആ ഓഫീസർ അവനോട് പറയുന്നുണ്ട് ഒരു കാര്യം ചെയ്യ്, ബെന്നി ഡയറക്റ്റായിട്ട് ഇവിടെ കൊണ്ടുപോവാ, നമുക്കെല്ലാം ഇന്ന് വൈകുന്നേരം കൊണ്ട് ക്ലിയർ ആക്കണം. അങ്ങനെ ബെന്നിയെ തേടി അവർ പോവുകയായിരുന്നു. ബെന്നിയുടെ ഫോൺ സ്വിച്ച് ഓഫ് ആണ്. പക്ഷേ ട്രാഫിക്കിൽ വെച്ചിട്ട് 2 ഗുണ്ടകൾ അവരുടെ കാറിലേക്ക് കയറുകയും അവരെ അവിടെ നിന്ന് തട്ടിക്കൊണ്ടു പോവുകയും ചെയ്യുന്നു. ഇവർ തന്നെയായിരുന്നു നേരത്തെ അവനെ ഫോൺ ചെയ്തിരുന്നത്. അവൻ ഫോൺ എടുക്കാത്ത കാരണമാണ് ഇപ്പോൾ നേരിട്ട് വന്നിരിക്കുന്നത്. അവനെ അവർ കൊണ്ടുപോകുന്നത് നേരത്തെ നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്ന ആദിയുടെ അടുത്തേക്കാണ്. ഈ ആദി പണ്ട് വലിയൊരു ഗുണ്ടയായിരുന്നു, ഒരുപാട് പേരെ കൊന്നിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ അതെല്ലാം ഉപേക്ഷിച്ച് ഒരു ബിസിനസ് മാനായി മാറിയിരിക്കുന്നു. ഇനിയാണ് ആ ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നത്. ആദിയും ഗുപ്തയും തമ്മിലുള്ള ആ ഡീലില് ബ്രോക്കറിന് 5 കോടി കൊടുക്കണമായിരുന്നല്ലോ. വൈറ്റ് മണി ആക്കാൻ വേണ്ടിയിട്ട് അയാൾ അത് ടാഗോറിനോടാണ് ആവശ്യപ്പെടുന്നത്. ടാഗോർ ആകട്ടെ അതിനെ ഏൽപ്പിക്കുന്നത് ബെന്നിയുമാണ്. ബെന്നി ആകട്ടെ ലേലത്തിലൂടെ 5 കോടി മണി വൈറ്റ് മണിയാക്കി മാറ്റുന്നു. അത് അവന്റെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. അവിടെ നിന്നും ഈ ബ്രോക്കറിന്റെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ടതായിരുന്നു. എന്നാൽ അതിനു മുൻപ് തന്നെ അവന്റെ അക്കൗണ്ടിൽ നിന്നും ആരോ പണം സൂര്യയുടെ പേരിൽ ഒരു ഫേക്ക് അക്കൗണ്ട് ഉണ്ടാക്കി അതിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്നു. ഇത് സൂര്യയാണ് ചെയ്തതെന്ന് വിചാരിച്ചിട്ടാണ് ആദ്യം ഇപ്പോൾ സൂര്യയെ പിടിച്ചിരിക്കുന്നത്. എന്നാൽ സൂര്യ പലതവണ പറയുന്നുണ്ട് താനല്ലത് ചെയ്തത്, അത് തന്റെ പേരിൽ ആരോ ഫേക്ക് അക്കൗണ്ട് തുടങ്ങിയതാണെന്ന്. എന്നാൽ അതൊന്നും തനിക്കറിയണ്ട, നിന്റെ അക്കൗണ്ടിലേക്ക് കാശ് വന്നിരിക്കുന്നത്, നീ എനിക്കത് തിരിച്ചു തരണമെന്ന്. അതേ സംബന്ധിച്ച് 5 കോടി ഒരു വലിയ തുകയല്ല. 5 കോടി പോയി കഴിഞ്ഞാൽ വേറെ 5 കോടി കൊടുക്കാൻ വേണ്ടിയിട്ട് അയാളുടെ കയ്യിൽ ഇഷ്ടം പോലെ കാശുണ്ട്. പക്ഷെ വീണ്ടും ഒരു ഫ്ലാഷ് ബാക്ക് സീൻ കാണിക്കുന്നു. ഇവിടെ ആദിയുടെ അഭിമാനത്തെ ഗുപ്ത ചോദ്യം ചെയ്തിരുന്നു. കാരണം ബ്രോക്കറിന് കൊടുക്കാൻ വേണ്ടിയിട്ട് ഗുപ്ത 5 കോടി അവർക്ക് ഇട്ടുകൊടുത്തിരുന്നല്ലോ. അത് വൈറ്റ് മണിയാക്കി കൊടുക്കാന്ന് പറഞ്ഞത് ആദിയുടെ ആള് ടാഗോർ ആണ്. എന്നാൽ ടാഗോറിന് അപ്പോൾ ഒരു ഫോൺ വരുന്നുണ്ട്. ബെന്നിയുടെ അക്കൗണ്ടിൽ നിന്നും ആ ക്യാഷ് ആരോ മോഷ്ടിച്ചു എന്ന്. ഈ സംഭവം ഗുപ്തയെ അറിയുന്നു. വെറും 5 കോടി നിങ്ങൾക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ ആ എയർലൈൻ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് 800 കോടിയൊക്കെ എങ്ങനെ കൈകാര്യം ചെയ്യുന്നതെന്നാണ് അവർ ചോദിക്കുന്നത്. ഗുപ്ത ആദ്യം ഇൻസൾട്ട് ചെയ്യുന്ന രീതിയിലായിരുന്നു സംസാരം. ദേഷ്യം വന്ന ആദ്യമാകട്ടെ 5 കോടിയുടെ ചെക്ക് അപ്പൊ തന്നെ എഴുതി അയാളുടെ കയ്യിൽ കൊടുക്കുന്നു. എന്നാൽ എനിക്ക് നിന്റെ കാശ് വേണ്ട, ഏത് 5 കോടിയാണോ ഞാൻ ആ ബ്രോക്കർക്ക് കൊടുക്കാൻ വേണ്ടി കൊടുത്തത് അത് ആരുടെ അക്കൗണ്ടിലേക്ക് പോയോ അത് അതുപോലെ തന്നെ തിരിച്ചു കൊണ്ടുവരണമെന്ന്. അതായത് മോഷ്ടിച്ചുകൊണ്ട് പോയ ആളുടെ അടുത്ത് നിന്നും അത് തിരിച്ചു കൊണ്ടുവരണം. ഗുപ്ത ആദ്യം ചലഞ്ച് ചെയ്യുകയായിരുന്നു. ഞാൻ എന്തൊക്കെ വന്നാലും ശരി ആ 5 കോടി തിരിച്ചു കൊണ്ടുവരുമെന്ന് അയാളെ ചലഞ്ച് ചെയ്തിട്ടാണ് ആദ്യം വന്നിരിക്കുന്നത്. സൂര്യയോട് ആ 5 കോടി ആദ്യം ആവശ്യപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ്. എന്നാൽ താൻ എടുത്തിട്ടില്ല എന്ന് അവൻ 100 തവണ ആവർത്തിച്ച് പറയുന്നു. നീ എടുത്തോ എടുത്തില്ലയോ എന്ന് എനിക്ക് അറിയണ്ട, ആരുടെ കയ്യിലേക്കാണോ 5 കോടി പോയത് അത് നീ എങ്ങനെയെങ്കിലും തിരിച്ചു കൊണ്ടുവന്നെങ്കിലേ പറ്റൂ. എവിടെ നിന്ന് ഒപ്പിച്ചിട്ടാണെങ്കിലും 5 കോടി എനിക്ക് തന്നിരിക്കണം, ഇല്ലെങ്കിൽ അവന്റെ അമ്മയെ കൊല്ലുമെന്ന് വരെ ഇവർ ഭീഷണിപ്പെടുത്താൻ തുടങ്ങി. 4 ദിവസത്തെ സമയം മാത്രമാണ് ഇവർ സൂര്യക്ക് കൊടുക്കുന്നത്. അമ്മയുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് എങ്ങനെയെങ്കിലും 5 കോടി സംഘടിപ്പിക്കാമെന്ന് അവൻ വാക്കു കൊടുക്കുന്നു. പറഞ്ഞ സമയത്ത് കാശ് കിട്ടിയില്ലെങ്കിൽ നിന്റെ ബാങ്കിലെ കസ്റ്റമേഴ്സിന്റെ ക്യാഷ് എല്ലാം തന്നെ ഞാൻ നിന്റെ അക്കൗണ്ടിലേക്ക് ഇടും. അങ്ങനെ 100 കോടി ഞാൻ നിന്റെ അക്കൗണ്ടിലേക്ക് ഇടുന്നതോടുകൂടി നീ ലോക ഫ്രോഡായി മാറും, നിന്റെ ജോലിയും പോകും, നീ ജയിലിലും ആകും. അങ്ങനെ ആകണ്ടെങ്കിൽ പറഞ്ഞ സമയത്ത് കാശ് കിട്ടണം. ബഡ്ഡിയോട് കാര്യങ്ങൾ പറഞ്ഞ ശേഷം അവൻ നേരെ പോകുന്നതാകട്ടെ ബെന്നിയെ തേടിയായിരുന്നു. അവിടെ എത്തുമ്പോഴാണ് ഞെട്ടിക്കുന്ന ആ കാഴ്ച കാണുന്നത്. ബെന്നി മരിച്ചിരിക്കുന്നു. ബെന്നി കാശ് കൊടുക്കാനുള്ള ആൾക്കാരെല്ലാം തന്നെ അവിടെ തടിച്ചു കൂടിയിട്ടുണ്ട്. അവന്റെ സഹോദരിയാകട്ടെ എല്ലാവരെയും പറഞ്ഞു മനസ്സിലാക്കാനും ശ്രമിക്കുന്നു. ഇനി താൻ ആരോട് പോയി 5 കോടി ചോദിക്കുമെന്നറിയാതെ ആകെ വിഷമിച്ചിരിക്കുകയായിരുന്നു സൂര്യ. അവൻ ബാങ്കിൽ വന്നിട്ട് കാര്യം പറയുന്നുണ്ട് ബെന്നി മരിച്ചു എന്ന്. അവന്റെ സഹോദരിയെ കൂട്ടിയിട്ട് വരാൻ ഞാൻ എന്താന്ന് ചോദിക്കുമ്പോൾ അവര് ബോഡിയായിട്ട് നാട്ടിലേക്ക് പോയെന്ന് അവൻ പറയുന്നു. ഇവന്റെ അമ്മ ആ സമയത്ത് അവനെ കോൾ ചെയ്യുന്നുണ്ടായിരുന്നു. കാരണം ഇവരുടെ കല്യാണക്കാരി സംസാരിക്കാൻ വേണ്ടിയിട്ട് സ്വാതി അവളുടെ പേരൻസിനെയും കൂട്ടി അവിടേക്ക് വന്നിരിക്കുന്നു. എന്നാൽ അവൻ ആ കോളെല്ലാം തന്നെ കട്ട് ചെയ്യുകയാണ്. ഇവിടെ ആദ്യം ടാഗോറും സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ബെന്നിയുടെ അക്കൗണ്ടിൽ നിന്ന് ക്യാഷ് എങ്ങനെ മിസ്സായി എന്നറിയാൻ വേണ്ടിയിട്ട് അവർ ബെന്നിയെ ചോദ്യം ചെയ്തിരുന്നു. ആ ഒരു ബഹളത്തിന്റെ ഇടയ്ക്ക് അറിയാതെ ടാഗോറിന്റെ കൈ കൊണ്ടാണ് ബെന്നി മരിക്കുന്നത്. എന്നാൽ കൊല്ലും കൊല്ലിയൊക്കെ നമ്മൾ എന്നേ വിട്ടതാണെന്ന് ആദ്യം അയാളോട് ചോദിക്കുന്നു. കയ്യബദ്ധം പറ്റിയതാണെന്നാണ് ടാഗോർ പറയുന്നത്. ആദ്യമാകട്ടെ സൂര്യക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്, തന്റെ അക്കൗണ്ട് നമ്പറും ഡീറ്റെയിൽസും എല്ലാം തന്നെ. 5 കോടി റെഡിയായാൽ ഉടനെ തന്നെ അവന്റെ അക്കൗണ്ടിലേക്ക് അയച്ചു കൊടുക്കണം. ഈ ഒരു പ്രശ്നത്തിൽ നിന്ന് നമ്മളെ
രക്ഷിക്കാൻ ആർക്കെങ്കിലും സാധിക്കുമെന്നാണ് സൂര്യ ചിന്തിക്കുന്നത്. ആ സമയത്ത് ബഡ്ഡി പറയുന്നുണ്ട്, എനിക്ക് നിന്റെ ബാങ്കിൽ ജോലി കിട്ടാൻ കാരണം എന്റെ സർട്ടിഫിക്കറ്റ് ആണ്. അത് ഉണ്ടാക്കിയത് തന്നെ ബാബ എന്ന് പറയുന്ന ഒരാളാണ്. അയാൾക്ക് എല്ലാ ഫ്രോഡ് പരിപാടിയും ഉണ്ട്. അയാളെ കൊണ്ട് സാധിക്കാത്തതായിട്ട് ഒന്നും തന്നെയില്ല. അതുകൊണ്ട് നമുക്ക് അയാളുടെ ഹെൽപ്പ് ചോദിക്കാം. അയാൾക്ക് ഷെയർ മാർക്കറ്റ് ഉൾപ്പെടെ പലയിടത്തും ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടായിരുന്നു. ഹോൾസ് ട്രേഡിംഗിന് വരെ അയാൾ ഒരുപാട് കാശ് ബെറ്റ് വിൽക്കുമായിരുന്നു. എന്നാൽ ആ ഒരു ഫീൽഡിൽ മാത്രം അയാൾക്ക് എന്നും നഷ്ടമേ കിട്ടിയിട്ടുള്ളൂ. ഇതുവരെയും അതിൽ ബെറ്റ് വെച്ച തുക അയാൾക്ക് തിരിച്ചു കിട്ടിയിട്ടില്ല. 5 കോടി എത്രയും പെട്ടെന്ന് ഉണ്ടാക്കാനുള്ള ഒരു ഐഡിയ അയാൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അടുത്ത 2 ദിവസത്തിനുള്ളിൽ ഷെയർ മാർക്കറ്റിൽ വലിയൊരു ഇവന്റ് നടക്കുന്നുണ്ട്. മാക്സിമം ക്യാഷ് അതിലിട്ടിട്ട് അതിന്റെ വലിയൊരു പ്രോഫിറ്റ് നമുക്ക് നേടാനാകും. അതുകൊണ്ട് നിങ്ങൾ എവിടെ നിന്നെങ്കിലും മാക്സിമം ക്യാഷ് കൊണ്ടുവരണം. അങ്ങനെ ക്യാഷ് ഉണ്ടാക്കാനുള്ള ഓട്ടത്തിലായിരുന്നു സൂര്യ. അവൻ തന്നെ ബാങ്കിലേക്ക് ചെന്നപ്പോഴാകട്ടെ സാദി എവിടെ ഇരിക്കുന്നു. അവൾ അന്നായിരുന്നു അവന്റെ ബാങ്കിലേക്ക് ജോയിൻ ചെയ്യുന്നത്. വിവാഹകാര്യം സംസാരിക്കാൻ വീട്ടിൽ വന്ന സമയത്ത് അവൻ അവിടെ ഇല്ലാത്തതിന്റെ പേരിൽ അവൾ പിണങ്ങുന്നു. ഒരു വിധത്തിൽ അവളുടെ പിണക്കം എല്ലാം മാറ്റുന്നുണ്ട് അവൻ. ട്രെയിനിങ് എല്ലാം കഴിഞ്ഞ് അവൾക്ക് പുതിയ ലോഗിൻ ഐഡിയും പാസ്വേഡും കിട്ടിയിരുന്നു. അവളുടെ പാസ്വേഡും ലോഗിൻ ഐഡിയും ഉപയോഗിച്ചിട്ട് അവനാകട്ടെ സിസ്റ്റം മുഴുവൻ ചെക്ക് ചെയ്യുന്നു. ആ ബാങ്കിൽ മരിച്ചുപോയവരുടെ അക്കൗണ്ട് എടുത്തിട്ട് അതിൽ നോമിനി ഇല്ലാത്ത ആൾക്കാരുടെ അക്കൗണ്ടിലുള്ള ക്യാഷ് എല്ലാം തന്നെ അവൻ വിഡ്രോ ചെയ്യാനായിരുന്നു തീരുമാനിച്ചിരുന്നത്. ആ ക്യാഷ് കൊണ്ടുപോയി ബാബയ്ക്ക് കൊടുക്കുക. അയാളത് ഷെയർ മാർക്കറ്റിൽ ഇട്ടിട്ട് തനിക്ക് ആവശ്യമുള്ള ക്യാഷ് ആക്കി തരും. മരിച്ചുപോയവരുടെ അക്കൗണ്ടിലെല്ലാം കൂടി 40 ലക്ഷം രൂപയാണ് അവർക്ക് കിട്ടുന്നത്. ബഡ്ഡിയുടെയും സൂര്യയുടെയും കയ്യിലുണ്ടായിരുന്ന ക്യാഷും കൂടി ചേർത്തിട്ട് 41 ലക്ഷം രൂപയുണ്ട്. ആയിട്ട് ഇവർ ബാബയുടെ അടുത്തേക്ക് ചെല്ലുന്നു. അതേസമയം എയർലൈൻ വാങ്ങിക്കുന്നതിന്റെ കാര്യത്തിലെ ഡിസ്കഷനായിട്ട് ആ എയർലൈൻ കമ്പനിക്കാരും ഗുപ്തയും ആദ്യം എത്തിയിരുന്നു. ആദ്യം ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഡീല് നടക്കുമെന്നാണ് ആ എയർലൈൻ കമ്പനിക്കാർ പറയുന്നത്. എന്നാൽ നീ ഇതുവരെയും ആ പോയ 5 കോടി തിരിച്ചു വാങ്ങിച്ചില്ലേ എന്ന് ഗുപ്ത അവനോട് ചോദിക്കുന്നു. അവക കാര്യങ്ങൾ സൂര്യ ഏൽപ്പിച്ച കാര്യം അവർ പറയുന്നുണ്ട്. വെറും ഒരു ബാങ്ക് എംപ്ലോയി വിചാരിച്ചു കഴിഞ്ഞാൽ എത്ര രൂപ നിനക്ക് തിരിച്ചു വരുമെന്നാണ് ഗുപ്ത ചോദിക്കുന്നത്. ആദ്യം വീണ്ടും ദേഷ്യപ്പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് ഗുപ്ത പറയുന്നുണ്ട്, ഒരു കാര്യം ചെയ്യ്, 1 മണിക്കൂറിനുള്ളിൽ 5 കോടിയൊന്നും നീടണ്ട, ഒരു 25 ലക്ഷമെങ്കിലും അവനെ കൊണ്ട് നീ നിന്റെ അക്കൗണ്ടിലേക്ക് ഇടിപ്പിക്കുക. അങ്ങനെയാണെങ്കിൽ ഞാൻ വിശ്വസിക്കാം. പിന്നെ ഞാൻ എന്റെ ബോസിന്റെ അടുത്ത് എത്തിക്കുകയും ചെയ്യാം. നിന്റെ കാല് ഞാൻ വിസ്കി കൊണ്ട് കഴുകുകയും ചെയ്യാം. മാത്രമല്ല നീ പിന്നെ അവനെ കൊണ്ട് 5 കോടിയൊന്നും തിരിച്ചിടിപ്പിക്കുകയും വേണ്ട. വെറും 25 ലക്ഷം മാത്രം ഈ 1 മണിക്കൂറിനുള്ളിൽ ഇട്ടാൽ മതി. അത് കേട്ട ഉടനെ തന്നെ ആദ്യമാകട്ടെ സൂര്യ വിളിക്കുന്നു. സൂര്യ ആ സമയത്ത് ബാബയുടെ അടുത്തായിരുന്നല്ലോ. ആദ്യം അവനോട് കാര്യം പറയുന്നു, 1 മണിക്കൂറിനുള്ളിൽ നീ 25 ലക്ഷം ഇട്ടാൽ മതി, അല്ലാതെ 5 കോടിയൊന്നും നീടണ്ട. നീ ഇപ്പം ബാബയുടെ അടുത്താണെന്നും നിന്റെ കയ്യിൽ 41 ലക്ഷം ഉണ്ടെന്നും എല്ലാം എനിക്കറിയാം. കാരണം നിന്റെ പിറകെ ആൾക്കാരുണ്ട്. അതുകൊണ്ട് തൽക്കാലം ആ ക്യാഷ് ഇപ്പോൾ നീ എന്റെ അക്കൗണ്ടിലേക്ക് ഇട്. 5 കോടിയൊന്നും കൊടുക്കണ്ട, ഈ ക്യാഷ് അവന്റെ അക്കൗണ്ടിൽ ഇട്ടാൽ മതി എന്ന് കേട്ടപ്പോൾ സൂര്യക്ക് സമാധാനമായി. അവൻ പെട്ടെന്ന് തന്നെ ആ അക്കൗണ്ടിലേക്ക് ക്യാഷ് ഇടാൻ ശ്രമിക്കുന്നു. ആ സമയത്താണ് പങ്കജിന്റെ കോൾ അവന് വരുന്നത്. നിങ്ങളുടെ ഫ്രണ്ട് ആ സ്വാതിയെ ഇവിടെ മാനേജർ പിടിച്ചുവെന്ന്. അവൾ എന്തോ സ്കാം നടത്തിയിട്ടുണ്ടെന്നും മരിച്ചുപോയവരുടെ അക്കൗണ്ടിൽ നിന്നും അവൾ എന്തൊക്കെയോ ക്യാഷ് മുക്കിയിട്ടുണ്ട്. അവളുടെ ഐഡിയിൽ നിന്ന് അതെല്ലാം തന്നെ ചെക്ക് ചെയ്തിരിക്കുന്നത്. ഇതോടുകൂടി സൂര്യ ആകെ ടെൻഷനിലായി. ഇപ്പൊ ഈ ക്യാഷ് ആദിക്ക് കൊടുക്കുകയാണെങ്കിൽ അവിടെ എന്തായാലും സ്വാതിപ്പെടും, അവളുടെ ജോലി പോകും. അതുകൊണ്ട് ആ മാനേജർ മരിച്ചുപോയവരുടെ അക്കൗണ്ടിലെ ക്യാഷ് എല്ലാം ചെക്ക് ചെയ്യുന്നതിന് മുൻപ് തന്നെ അത് തിരിച്ചിടണം. അവർ പെട്ടെന്ന് തന്നെ ആ 40 ലക്ഷവും ആ അക്കൗണ്ടിലേക്ക് തിരിച്ചിടുന്നു. ആ ഓഫീസർ നോക്കുമ്പോഴേക്കും ആ 40 ലക്ഷം അതിൽ തന്നെ കാണുന്നുണ്ട്. അതുകൊണ്ട് തൽക്കാലം അയാൾ സ്വാതി ഒന്നും തന്നെ പറയുന്നില്ല. ഇനി ഒരു തവണ കൂടി നിന്റെ ഐഡിയിൽ നിന്നും ഇതിലേക്ക് കയറാനോ അല്ലെങ്കിൽ മറ്റാർക്കെങ്കിലും ഐഡിയും പാസ്വേഡും കൊടുക്കാനോ നീ മുതിരരുതെന്ന് ഒരു വാണിംഗും കൊടുത്തിട്ടാണ് അവളെ പറഞ്ഞു വിടുന്നത്. അവൾക്കറിയാമായിരുന്നു ഇതെല്ലാം തന്നെ സൂര്യയായിരിക്കും ചെയ്തതെന്ന്. കാരണം അവൾ ഐഡിയും പാസ്വേഡും അവന് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. സ്വാതിയുടെ ഇഷ്യൂ അവൻ തൽക്കാലം സോൾവ് ചെയ്തു. ഇവിടെ ആദ്യം ആവശ്യപ്പെട്ട കാശ് അവന്റെ അക്കൗണ്ടിലേക്ക് വരാത്ത കാരണം ആദ്യ ആകെ ദേഷ്യത്തിലായിരുന്നു. ഗുപ്ത പിന്നെ അവനെ കളിയാക്കുന്നു. സ്വന്തം മകന്റെ മുൻപിൽ വെച്ചായിരുന്നു ഇത്തവണ ആദ്യയെ അയാൾ കളിയാക്കിയത്. അതുകൊണ്ട് ആകെ ദേഷ്യത്തിലായിരുന്നു ആദി. ബാങ്കിലെത്തി സൂര്യാക്കിട്ട് സാദിയോട് സംസാരിക്കാൻ ശ്രമിച്ചെങ്കിലും സാദി അവനോട് ദേഷ്യപ്പെടുന്നു. നീ എന്നെ കരുവാക്കി എന്തൊക്കെയോ കാര്യങ്ങളോട് ചെയ്തു കൂട്ടുന്നെന്ന് പറഞ്ഞിട്ട്. ആ സമയത്ത് ആദിയുടെ ആൾക്കാർ സൂര്യ വിളിച്ചെങ്കിലും അവൻ ഫോൺ എടുക്കുന്നുണ്ടായിരുന്നില്ല. ആകെ ടെൻഷനിലായിരുന്നു അവൻ അങ്ങനെ കാണിക്കുന്നത് കണ്ടിട്ട് ദേഷ്യം വന്ന ആദ്യമാകട്ടെ അവനിട്ട് വീണ്ടും പണി കൊടുക്കുന്നു. അയാൾ പറഞ്ഞ പോലെ തന്നെ ചെയ്തു. അവന്റെ കസ്റ്റമേഴ്സിന്റെ കാശെല്ലാം തന്നെ അവന്റെ അക്കൗണ്ടിലേക്ക് ഇടുന്നു. 100 കോടി അടുപ്പിച്ച് വന്നിരിക്കുന്നു. പലയിടത്തു നിന്നും ഫോൺ കോൾ വരികയാണ്. അവരുടെ എല്ലാം തന്നെ കാശ് കാണാതായി എന്ന് പറഞ്ഞിട്ട്. ബാങ്കിലുള്ള എല്ലാ എംപ്ലോയീസിന്റെ അടുത്തേക്കും കോളുകൾ പോകുന്നു. സൂര്യയുടെ അക്കൗണ്ടിലേക്കാണ് കാശെല്ലാം വന്നെന്ന് മനസ്സിലായതോടുകൂടി എല്ലാവരും സൂര്യയെ ചോദ്യം ചെയ്യുകയാണ്. സൂര്യയാകിട്ട് ആദ്യയെ വിളിക്കുന്നുണ്ടെങ്കിലും അയാൾ ഫോൺ എടുക്കുന്നില്ല. ആദ്യയോട് അയാളുടെ മകൻ ചോദിക്കുന്നുണ്ട്, ഇന്ന് അയാളുമായിട്ട് അച്ഛൻ പ്രശ്നം ഉണ്ടാക്കിയിട്ട് എന്താ അയാളെ ഒന്നും ഉപദ്രവിക്കാതിരുന്നതെന്ന്. അപ്പോഴാണ് ആദ്യ തന്റെ കഥ പറയുന്നത്. ആദ്യ ഒരു അനാഥനായിരുന്നു. ഒരിടത്ത് കിടന്നുറങ്ങുന്ന സമയത്ത് കുറെ ഗുണ്ടകൾ തമ്മിലുള്ള വഴക്കിനിടയിൽ അവൻ പെട്ടുപോകുന്നു. പിന്നീട് ആ ഗുണ്ടകളുടെ കൂടെ അവൻ കൂടി. അവനും ആ നാട്ടിലെ വലിയൊരു ഗുണ്ടയെ മാറി. അടിയും വെട്ടും കുത്തും സ്ഥിരം പരിപാടിയായിരുന്നു. അതിനിടയ്ക്കാണ് ആരാധ്യ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയെ അവൻ കാണുന്നത്. കുറെ ആൾക്കാരിൽ നിന്നും അവളെ അവൻ രക്ഷിക്കുന്നു. പിന്നീട് അവർ തമ്മിൽ പ്രണയത്തിലാവുകയും വിവാഹം കഴിക്കുകയും ചെയ്യുകയാണ്. അവന്റെ ഈ ഗുണ്ടായുസത്തിലൊന്നും തന്നെ ആരാധ്യക്ക് ഒരു പ്രശ്നവുമില്ലായിരുന്നു. അങ്ങനെ കുറെ നാളുകൾ കഴിഞ്ഞുപോയി. ഒരു ദിവസം ആരാധ്യ അവനോട് പറയുന്നുണ്ട്, ഞാൻ പ്രഗ്നന്റ് ആണെന്ന്. അതൊരു സന്തോഷ വാർത്തയായിരുന്നെങ്കിലും ഒരു ദുഃഖ വാർത്ത കൂടി അവൾക്ക് പറയാനുണ്ടായിരുന്നു. അവൾക്ക് ക്യാൻസർ ആണ്, ഫൈനൽ സ്റ്റേജ് ആണ്, അധിക നാൾ ജീവിച്ചിരിക്കില്ല. എന്ത് വില കൊടുത്തും അവളെ രക്ഷിക്കണമെന്ന് അവൻ ആഗ്രഹിച്ചു. പക്ഷെ അവനെ കൊണ്ട് അത് സാധിക്കില്ലായിരുന്നു. പക്ഷെ നമ്മുടെ മകനെ നീ നന്നായിട്ട് വളർത്തണമെന്നും ആരും അവനെ ഉപദ്രവിക്കാൻ പാടില്ല എന്ന് അവൾ പറയുന്നുണ്ട്. അങ്ങനൊരു പൊസിഷനിലേക്ക് നീ എത്തണം. ആരാധ്യക്ക് ആദ്യ വാക്കു കൊടുക്കുന്നു. നാളുകൾ കഴിഞ്ഞ് മകന് ജന്മം നൽകിയ ശേഷം ആരാധ്യ മരിച്ചു. അതോടുകൂടി ആദ്യ അവൾക്ക് കൊടുത്ത വാക്ക് നിറവേറ്റാൻ വേണ്ടിയിട്ട് എല്ലാ ഗുണ്ടായുസങ്ങളും നിർത്തി. പിന്നീട് ആരെയും അവൻ കൊന്നിട്ടില്ല. എല്ലാ റൗഡികളെയും വിളിച്ചിട്ട് അവനൊരു മീറ്റിംഗ് കൂടുന്നുണ്ട്. ഞാൻ എല്ലാ പരിപാടിയും നിർത്തിയെന്നും ഇനി ആരും എന്റെ പുറകെ വരരുതെന്നും പറയുന്നു. ശത്രുക്കൾക്കും എത്തിപ്പെടാൻ പറ്റാത്ത ഒരു സ്ഥാനം
സ്ഥാനത്തേക്ക് അവൻ എത്തണമായിരുന്നു. അതായിരുന്നു അവന്റെ ലക്ഷ്യം. ആ ലക്ഷ്യത്തിലേക്ക് എത്താനുള്ള വഴിയാണ് ഈ ഗുപ്ത. അതുകൊണ്ടാണ് എനിക്ക് അവനെ ഉപദ്രവിക്കാൻ പറ്റാത്തത്. പക്ഷെ അതിനിടയ്ക്ക് പെട്ടുപോയൊരു എലിയുണ്ട്. അതാണ് ഈ സൂര്യ. അവൻ കാരണമാണ് ഞാനിപ്പോ സ്റ്റക്കായിരിക്കുന്നത്. ഇവിടെ ബാങ്കിലുള്ള ഓഫീസേഴ്സ് എല്ലാം സൂര്യയെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. തനിക്കൊന്നും അറിയില്ല എന്നാണ് അവൻ പറയുന്നത്. തൽക്കാലം അവന്റെ അക്കൗണ്ട് എല്ലാം തന്നെ അവർ ഫ്രീസ് ചെയ്യുന്നു. വീട്ടിലെത്തി കഴിഞ്ഞപ്പോൾ അവന്റെ അമ്മയാകെ ടെൻഷനിലായി. അവൻ കാര്യങ്ങളൊന്നും പറയുന്നില്ല. അവർക്ക് ഇൻസുലിൻ എടുത്തു കൊടുത്തിട്ട് അവൻ അകത്തേക്ക് പോകുന്നു. ആ സമയത്താണ് ആദിയുടെ കോള് വരുന്നത്. നിന്റെ അമ്മയ്ക്ക് നീ ഇൻസുലിൻ അല്ല കൊടുത്തത്, പകരം പോയിസൺ ആണെന്നാണ് ആദി പറയുന്നത്. ആദിയുടെ ആൾക്കാർ അത് മാറ്റിവെച്ചിരുന്നു. അവൻ ചെന്ന് നോക്കുമ്പോൾ അമ്മ മരണത്തോട് മല്ലിടുന്നതാണ് കാണുന്നത്. പക്ഷെ അതിനുള്ള ആന്റിഡോട്ട് ആദിയുടെ ആൾക്കാർ അപ്പൊ തന്നെ അവന് കൊണ്ട് കൊടുക്കുന്നുണ്ട്. 20 മിനിറ്റിനുള്ളിൽ ഹോസ്പിറ്റലിൽ എത്തിക്കണം. അവൻ പെട്ടെന്ന് തന്നെ അമ്മയെ ഹോസ്പിറ്റലിൽ എത്തിച്ചു. നീ തരാന്ന് പറഞ്ഞ കാശ് തരാത്തത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത്. ആദ്യം അവനെ കാണാൻ ഹോസ്പിറ്റലിലേക്ക് വരുന്നുണ്ട്. സൂര്യയുടെ അമ്മയ്ക്ക് മനസ്സിലായി ആദ്യം സൂര്യൻ തമ്മിൽ എന്തോ പ്രശ്നമുണ്ടെന്ന്. അവരാകട്ടെ ആദിയോട് പറയുന്നുണ്ട്, എന്റെ മകൻ നിങ്ങൾക്ക് എന്തെങ്കിലും കാശ് തരാനുണ്ടെങ്കിൽ അവനെ വിശ്വസിക്കുക, അവൻ എന്തായാലും അത് തന്നു തീർക്കും. ആദിയോട് സൂര്യ പറയുന്നുണ്ട്, നിങ്ങൾ എനിക്ക് 4 ദിവസം തന്നതാണ്. ആ 4 ദിവസം തീർന്നിട്ടില്ല. അതിനു മുന്നേ തന്നെ നിങ്ങൾ കാശ് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യാനാണ്? നിങ്ങൾ ആ ദിവസം പൂർണ്ണമായിട്ട് എനിക്ക് തരികയാണെങ്കിൽ ഞാൻ എന്തായാലും 5 കോടി നിങ്ങൾക്ക് തിരിച്ചു തരും. ഇത്തവണ ആദ്യം അവന് ഒരു ചാൻസ് കൂടി കൊടുക്കുകയാണ്. അതേസമയം ഗുപ്തയാകുട്ടി കളി കളിക്കുന്നു. ആദ്യ ഇടനിലയിൽ നിർത്താതെ ആ ഉടമകളുടെ കയ്യിൽ നിന്നും എയർലൈൻസ് ഡയറക്റ്റ് ആയിട്ട് വാങ്ങിക്കാൻ വേണ്ടി. അത്ര ഈസി ആയിട്ട് അവന്മാർക്ക് എന്നെ ഇതിൽ നിന്നും ഒഴിവാക്കാൻ പറ്റില്ല എന്ന് അടിയിൽ നടക്കുന്നതിന് മുമ്പ് തന്നെ ആ ഉടമകളെ ആദ്യം പൊക്കുകയും അവരെ കൊണ്ട് തന്നെ ഭീഷണിപ്പെടുത്തി ഗുപ്തയെ വിളിപ്പിച്ചിട്ട് കാര്യം പറയുകയും ചെയ്യുന്നുണ്ട്. ആദ്യം ഇല്ലാതെ ഈ ഒരു ഡീല് നടക്കില്ല എന്ന്. അതോടെ ഗുപ്ത വീണ്ടും ദേഷ്യത്തിലായി. ഇത്തവണ ആ ഉടമകളെ ഭീഷണിപ്പെടുത്തി ആദ്യ സ്വന്തം പേരിൽ ആ എയർലൈൻസ് വാങ്ങിച്ചെടുക്കുകയാണ്. ഇവിടെ ബഡ്ഡി പറഞ്ഞിട്ട് താൻ കാരണമാണ് ഈ പ്രശ്നങ്ങളെല്ലാം തുടങ്ങിയതെന്നുള്ള സത്യം സ്വാതി മനസ്സിലാക്കുന്നു. അവൾ സൂര്യയെ കണ്ട് ഒരുപാട് സോറി പറയുന്നുണ്ട്. ആദ്യ സൂര്യക്ക് വീണ്ടും സമയം അനുവദിച്ചു കൊടുത്തതുകൊണ്ട് തന്നെ അവന്റെ അക്കൗണ്ടിലേക്ക് കയറിയ ആ 100 കോടിയുടെ പ്രശ്നവും ആദ്യം തന്നെ സോൾവ് ആക്കുന്നു. IT ടീമിന്റെ സഹായത്തോടു കൂടി ആദ്യമാകട്ടെ സൂര്യയുടെ ബാങ്കിലേക്ക് ഒരു പേപ്പർ അയക്കുന്നുണ്ട്. അവന്റെ അക്കൗണ്ടിലേക്ക് കയറിയ ആ 100 കോടി ബാങ്കിന്റെ ഭാഗത്തു നിന്ന് വന്ന എറർ ആണെന്ന് കാണിച്ചുകൊണ്ട്. അതോടുകൂടി അവന്റെ മേലുള്ള ആ ഇൻവെസ്റ്റിഗേഷൻ എന്തായാലും അവർ ക്ലോസ് ചെയ്തു. പക്ഷെ അപ്പോഴും ഒരു കേസ് അവന്റെ മേലുണ്ടായിരുന്നു. ബെന്നിയുടെ അക്കൗണ്ടിൽ നിന്നും പോയ ആ 5 കോടി അവന്റെ ഫേക്ക് അക്കൗണ്ടിലേക്ക് വന്നില്ലേ, അതെവിടെയെന്നുള്ള ചോദ്യം. അതിനെന്തായാലും ക്ലാരിറ്റി കിട്ടിയെങ്കിലേ പറ്റൂ. അതിപ്പോൾ അവന്റെ ഒരു പ്രശ്നമാണ്. രണ്ടാമത്തെ പ്രശ്നം, ആദ്യക്ക് അവൻ 5 കോടി കൊടുക്കണം. ഇത് രണ്ടും അവന്റെ തലയിൽ കിടന്ന് കറങ്ങുകയായിരുന്നു. എന്ത് ചെയ്യണമെന്ന് ഒരു പിടിയുമില്ല അവന്. അവസാനം സൂര്യയും സ്വാതിയും ബഡ്ഡിയും ചേർന്നിട്ടൊരു പ്ലാൻ ഇടുന്നു. സൂര്യ അവരോട് പറയുന്നുണ്ട്, ആ 5 കോടി ആദ്യക്ക് തിരിച്ചു കൊടുക്കാനും ബെന്നിയുടെ അക്കൗണ്ടിലെ 5 കോടിയുടെ പ്രശ്നം തീർക്കാനും ഒറ്റ വഴിയേ ഉള്ളൂ. ബാങ്കിൽ നിന്നും നമ്മൾ ക്യാഷ് മോഷ്ടിക്കണം. പക്ഷെ ബാങ്കിൽ ഒരുപാട് സെക്യൂരിറ്റീസ് ഉണ്ട്. അതെല്ലാം മറികടന്ന് വേണം ആ ക്യാഷ് എടുക്കാൻ. ബാങ്ക് വാൾട്ടിലെത്താൻ ആദ്യം ഒരു വുഡൻ ഡോർ ഉണ്ട്. അത് തുറന്നുള്ളിലേക്ക് കയറുമ്പോൾ ഒരു അയൺ ഡോർ ഉണ്ട്. അതിനൊരു ഡയലർ ലോക്ക് ഉണ്ട്. ആ നമ്പർ തനിക്കറിയാമെന്ന് സൂര്യ പറയുന്നു. അതും തുറന്ന് ഉള്ളിലേക്ക് ചെല്ലുമ്പോൾ മറ്റൊരു ഡോർ ഉണ്ട്. അതിനൊരു ഡിജിറ്റൽ ലോക്കാണുള്ളത്. 6 ഡിജിറ്റുള്ള ആ പാസ്വേഡ് ഓരോ അരമണിക്കൂറിലും ചേഞ്ച് ആയിക്കൊണ്ടേയിരിക്കും. അതെങ്ങാനും തെറ്റായിട്ടാണ് നിങ്ങൾ ഡയൽ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഹെഡ് ഓഫീസിലേക്ക് അതിന്റെ അലാറം പോകും. അതും തുറന്ന് ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ അവിടെ 5 ലോക്കേഴ്സ് ഉണ്ട്. ആദ്യത്തെ 2 ഡെയിലി ട്രാൻസാക്ഷന്റെ ക്യാഷുകളാണ്. മൂന്നാമത്തത് RBIയിൽ നിന്നും നമ്മുടെ ബാങ്കിലേക്ക് കൊണ്ടുവന്ന് വെച്ചിരിക്കുന്ന ക്യാഷാണ്. അത് 2.5 കോടി രൂപയുണ്ട്. നാലാമത്തത് ഡയമണ്ട്സും മറ്റ് വിലപിടിപ്പുള്ള വസ്തുക്കളുമാണ്. പക്ഷേ ഈ ലോക്കറെല്ലാം തുറക്കണമെങ്കിൽ 2 കസ്റ്റോഡിയൻസിന്റെ ആവശ്യമുണ്ട്. അവരുടെ കയ്യിൽ കീ ഉപയോഗിച്ച് മാത്രമേ ഇത് തുറക്കാൻ പറ്റൂ. രണ്ടും ഒരേ സമയം തന്നെ ഇടുകയും വേണം. ആ കസ്റ്റോഡിയൻസ് ആകട്ടെ 2 ആഴ്ച കുടുംബം മാറിക്കൊണ്ടേയിരിക്കും. ഓരോ 2 ആഴ്ചയിലും 2 വ്യത്യസ്ത വ്യക്തികളായിരിക്കും കസ്റ്റോഡിയൻസ്. അങ്ങനെയാണെങ്കിൽ ആ കീ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ആദ്യം ആ കസ്റ്റോഡിയൻസ് ആരാണെന്ന് കണ്ടുപിടിക്കണമെന്ന് സൂര്യ പറയുന്നു. അത് മാത്രമല്ല പ്രശ്നം, അവിടെ 2K റെസൊല്യൂഷനിൽ ക്യാപ്ചർ ചെയ്യുന്ന കുറെ ക്യാമറാസ് ഉണ്ട്. എങ്ങനെയൊക്കെ പോയാലും ശരി അത് നിന്നെ ക്യാപ്ചർ ചെയ്യും. അതിനും എന്തെങ്കിലും ഒരു വഴി കണ്ടെത്തിയെങ്കിലേ പറ്റൂ. സൂര്യ പറയുന്നുണ്ട്, നമുക്ക് 3 സ്റ്റേജ് കടക്കണം. ആദ്യത്തെ സ്റ്റേജ് ആ റിസർവ് ബാങ്കിന്റെ ക്യാഷ് നമ്മൾ ലോക്കറിൽ നിന്നും എടുക്കണം. രണ്ടാമത്തെ സ്റ്റേജ് ആ 2.5 കോടി രൂപ ബാബയുടെ കയ്യിൽ കൊടുത്തിട്ട് ഷെയർ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്ത് 7.5 കോടി രൂപയാക്കി മാറ്റണം. മൂന്നാമത്തെ സ്റ്റേജ് അതിൽ 5 കോടി ആദ്യം നമ്മൾ എടുത്ത് ബെന്നിയുടെ അക്കൗണ്ടിലിടും. അതോടുകൂടി ബെന്നിയുടെ അക്കൗണ്ടിലേക്ക് 5 കോടി തിരിച്ചു വന്നുവെന്ന് കാണിച്ചുകൊണ്ട് എനിക്ക് ബാങ്കിലുള്ള ഇഷ്യൂ തീർക്കാം. അത് കഴിഞ്ഞത് ബെന്നിയുടെ അക്കൗണ്ടിൽ നിന്നും ആദിയുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. അങ്ങനെ ആദിക്ക് കൊടുക്കാനുള്ള ക്യാഷും അതോടെ കഴിഞ്ഞു. പിന്നെ ബാക്കിയുള്ള 2.5 കോടിയാകട്ടെ നമ്മൾ തിരിച്ച് ബാങ്ക് ലോക്കറിൽ തന്നെ കൊണ്ടുവയ്ക്കും. ഇനി വേണ്ടത് ആ വാൾ ഡോർ തുറക്കാനുള്ള കീസും അതിന്റെ പാസ്വേഡ് അരമണിക്കൂറിൽ മാറുമെന്ന് പറഞ്ഞില്ലേ, അത് ഓട്ടോമാറ്റിക്കായിട്ട് മാറുന്ന ആ ഒരു ഡിവൈസുമാണ്. എന്തായാലും ആ ഡിവൈസ് ബ്രാഞ്ച് മാനേജർ ഷീലയുടെ കയ്യിൽ തന്നെയായിരിക്കും. മാത്രമല്ല റിസർവ് ബാങ്കിന്റെ ക്യാഷ് ഇരിക്കുന്ന ആ ലോക്കർ ഓപ്പൺ ചെയ്യാനുള്ള കീയിലൊന്നും ഷീലയുടെ കയ്യിൽ തന്നെയായിരിക്കും. മറ്റേ കസ്റ്റോഡിയൻ ആരാണെന്ന് മാത്രം നമ്മൾ കണ്ടെത്തിയാൽ മതി. ഷീലയുടെ കയ്യിൽ നിന്ന് ആ പാസ്വേഡ് ചേഞ്ച് ആവുന്ന ഡിവൈസും കീയും എടുക്കാൻ പറഞ്ഞു വിടുന്നത് ബഡ്ഡിയായിരുന്നു. ബഡ്ഡി അവിടേക്ക് ചെല്ലുമ്പോഴാകട്ടെ തന്റെ റൂമിലുണ്ടായിരുന്ന ലോക്കർ തുറന്നിട്ട് എന്തൊക്കെയോ സാധനങ്ങൾ വെക്കുകയായിരുന്നു ഷീല. ആ ലോക്കറിന്റെ നമ്പർ അവൻ നോട്ട് ചെയ്യുന്നു. മാത്രമല്ല അവളോട് ഓരോന്നൊക്കെ സംസാരിച്ചിട്ട് അവിടെ ഇരുന്ന കോഫി ഒരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു വെക്കുന്നു. അത് ടേബിളിന്റെ എഡ്ജിലാണ് അവൻ കൊണ്ടുവെക്കുന്നത്. കുറെ നേരം അവന്റെ സംസാരം ഇങ്ങനെ തുടർന്നപ്പോഴേക്കും ഷീല അവനോട് ഇറങ്ങി പോകാൻ പറയുന്നു. അവൻ പോയി കഴിഞ്ഞിട്ട് അവൾ തിരിഞ്ഞു നടന്നതും ആ ടേബിളിന്റെ എഡ്ജിലിരുന്ന കോഫി ഗ്ലാസ് താഴേക്ക് വീഴുകയും അവളുടെ സാരിയിലെല്ലാം തന്നെ കോഫി ആവുകയും ചെയ്തു. അവളത് ക്ലീൻ ആക്കാൻ വാഷ്റൂമിലേക്ക് പോയി. ആ നേരം കൊണ്ട് അവളുടെ ക്യാബിനിൽ നിന്നും ആ കീയും ഡിവൈസും
ഡീറ്റെയിൽസും അവർ കൈക്കലാക്കിയിരുന്നു. രണ്ടാമത്തെ കസ്റ്റോഡിയൻ ആരാണെന്ന് കണ്ടെത്തി സൂര്യ നേരത്തെ തന്നെ ആ കീയും കൈക്കലാക്കിയിരുന്നു. അതുകൊണ്ട് 2 കീയും ഇപ്പോൾ ഇവരുടെ കയ്യിലുണ്ട്. പാസ്വേഡ് ജനറേറ്റ് ആകുന്ന ഡിവൈസും കയ്യിലായി. ഇനി എങ്ങനെയെങ്കിലും വാൾട്ടിനുള്ളിലേക്ക് കടക്കണം. അതിന് ഈ ആൾക്കാരെ എല്ലാം ഇവിടുന്ന് മാറ്റണം. അതിനു വേണ്ടിയിട്ട് ലൈറ്ററിന്റെ സഹായത്തോടു കൂടി അവർ ഫയർ അലാം അടിപ്പിക്കുകയാണ്. അപ്പോഴേക്കും ആൾക്കാരെല്ലാം പേടിച്ച് പുറത്തേക്ക് വന്നു. സാധ്യയാകട്ടെ ഷീലയെ ആ വാഷ്റൂമിൽ തന്നെ പൂട്ടിയിടുകയാണ്. അവൾ പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ ആ കീ കാണാത്തിന്റെ പേരിൽ പ്രശ്നം ഉണ്ടാക്കുമെന്ന് അവൾക്കറിയാം. CCTV ക്യാമറാസ് എല്ലാം തന്നെ കുറച്ചു സമയത്ത് ഓഫാക്കിയിടാൻ വേണ്ടിയിട്ട് അവൻ ആദിയുടെ സഹായം തേടിയിരുന്നു. അങ്ങനെ അവർ പ്ലാൻ ചെയ്ത പ്രകാരം അലാം അടിച്ച് ആൾക്കാരെല്ലാം പുറത്തേക്ക് പോയതും ആരും കാണാതെ സൂര്യയാകട്ടെ 2 ബാഗുമായിട്ട് വാൾട്ടിന് നേരെ നടന്നു. ബഡ്ഡി അവന് കൊടുത്ത ബാഗുകളായിരുന്നു. അവന്റെ ലക്കി ബാഗാണെന്നാണ് അവൻ പറഞ്ഞത്. എന്നാൽ ആദ്യത്തെ ഡോറ് തുറന്ന് അകത്ത് കയറിയപ്പോഴേക്കും അവൻ പറയുന്നുണ്ട് വാൾട്ട് ഇവിടെ കാണാനില്ലാന്ന്. അപ്പോഴാണ് സ്വാതി പറയുന്നത് ഫയർ അലാം അടിക്കുമ്പോൾ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് അവിടെയെല്ലാം വുഡൻ ഡോറുകൾ വന്ന് ക്ലോസ് ചെയ്യും. ഇനിയിപ്പോ ഒരു വഴിയേ ഉള്ളൂ, ആ ഫയർ അലാം കുറച്ചു നേരത്തേക്കൊന്ന് നിർത്തണം. ക്യാമറാസ് എല്ലാം ഓഫായതിന്റെ പേരിൽ സെക്യൂരിറ്റീസ് എല്ലാം തന്നെ പലയിടത്തും ചെക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അവരെല്ലാം അവിടുന്ന് മാറിയ സമയത്ത് സ്വാതി അവിടെ പോയി കുറച്ച് സെക്കൻഡ് നേരത്തേക്ക് ആ ഫയർ അലാം ഒന്ന് ക്ലോസ് ചെയ്യുന്നു. ആ നേരം കൊണ്ട് ആ തടിയുടെ ഷീൽഡ് ചെറുതായിട്ടൊന്ന് മുകളിലേക്ക് പൊങ്ങുമ്പോൾ അതിനുള്ളിലേക്ക് സൂര്യ കയറുന്നു. അങ്ങനെ ഡിവൈസിലുണ്ടായിരുന്ന പാസ്വേഡ് വെച്ചിട്ട് വാൾട്ട് തുറന്ന് അവൻ ഉള്ളിലേക്ക് കയറി. കയ്യിലുണ്ടായിരുന്ന താക്കോല് വെച്ചിട്ട് റിസർവ് ബാങ്കിൽ ക്യാഷ് ഇരിക്കുന്ന ആ ലോക്കറും തുറന്നു. എന്നാൽ അതിൽ ക്യാഷ് ഇല്ലായിരുന്നു. പകരം ഉണ്ടായിരുന്നത് മറ്റൊരു ചെറിയ ലോക്കറാണ്. അതിനകട്ടെ പാസ്വേഡും വേണം. അതിന്റെ പാസ്വേഡ് എന്താണെന്ന് ഇവർക്ക് അറിയില്ല. ഉടനെ ബഡ്ഡി പറയുന്നുണ്ട് മിക്കവാറും ഷീലയുടെ പേഴ്സണൽ ലോക്കറിന്റെ പാസ്വേഡ് ആയിരിക്കും അതെന്ന്. നീ അതൊന്നും അടിച്ചു നോക്കാൻ. എന്നാൽ സ്വാതി പറയുന്നുണ്ട് വേണ്ട, തെറ്റായി കഴിഞ്ഞാൽ വലിയ പണിയാകുമെന്ന്. പക്ഷെ പെട്ടെന്നാണ് അവൻ ശ്രദ്ധിക്കുന്നത് ആ ഒരു ലോക്കറിനുള്ളിൽ ചെറിയൊരു ഷട്ടർ ഉണ്ടെന്ന്. ആ ഷട്ടർ തുറന്നു നോക്കുമ്പോൾ അതിനുള്ളിൽ പണം ഇരിക്കുന്നു. ഇനി പാസ്വേഡ് ഒന്നും വേണ്ട, പണം എനിക്ക് കിട്ടിയെന്ന് പറഞ്ഞിട്ട് അവൻ ആ പണമെല്ലാം തന്നെ ബാഗിലേക്ക് വാരി നിറച്ചു. സ്വാതി ഒന്നുകൂടി പോയി ഫയർ അലാം ചെറുതായിട്ടൊന്ന് അമർത്തുകയും ആ തടിയുടെ ഷീൽഡ് തുറക്കുകയും അവൻ തിരിച്ചു പുറത്തേക്ക് വരികയും ചെയ്തു. എന്നാൽ ബാഗ് കൊണ്ട് ഒളിപ്പിക്കുന്നതിന് മുൻപ് തന്നെ ബാഗിൽ നിന്നും ക്യാഷ് എല്ലാം തന്നെ താഴേക്ക് വീണിരുന്നു. ബഡ്ഡിയുടെ ലക്കി ബാഗ് ചതിച്ചു. അത് കുറെ പഴയതായിരുന്നു. ക്യാമറാസ് എല്ലാം തിരിച്ച് ഓണാകാനും ആൾക്കാർ അകത്തേക്ക് കയറാനും സെക്കൻഡുകൾ മാത്രമേ സമയമുള്ളൂ. അവൻ പെട്ടെന്ന് തന്നെ അതെല്ലാം തന്നെ അവിടെ ഉണ്ടായിരുന്ന വേസ്റ്റ് ബിന്നിലേക്ക് ഇടുന്നു. അതെല്ലാം തന്നെ പുറത്തു കൊണ്ടുപോയി തള്ളുകയും ചെയ്യുന്നുണ്ട്. അവിടെ നിന്നും ആ ക്യാഷ് എടുത്തുകൊണ്ട് അവർ നേരെ പോകുന്നത് ബാബയുടെ അടുത്തേക്കാണ്. ആ 2.5 കോടി ബാബയുടെ കൊടുത്തിട്ട് പറയുന്നുണ്ട് എനിക്ക് 7.5 കോടിയാക്കി തിരിച്ചു തരണം. അതിന്റെ മുകളിൽ കിട്ടുന്ന പ്രോഫിറ്റ് എല്ലാം തന്നെ ബാബയ്ക്കുള്ളതാണ്. ഇനി കളി മുഴുവൻ ബാബയുടെ കയ്യിലാണ്. മോഷ്ടിച്ചുകൊണ്ടുവന്ന് സൂര്യ കൊടുത്ത ഈ ക്യാഷ് വൈറ്റ് മണി ആക്കണം. അതിനു വേണ്ടിയിട്ട് ഒരു കള്ള സർട്ടിഫിക്കറ്റ് തയ്യാറാക്കുകയാണ് ബാബ. 25 വർഷങ്ങൾക്ക് മുമ്പ് സൂര്യയുടെ അച്ഛൻ അവന്റെ പേരിൽ 1 ലക്ഷം രൂപ ഷെയർ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്തു എന്നുള്ളൊരു സർട്ടിഫിക്കറ്റ് ആണ് അവർ തയ്യാറാക്കുന്നത്. അതിന്റെ ഇപ്പോഴത്തെ വാല്യൂ ഏകദേശം 2.5 കോടി വരും. അതോടുകൂടി ഇവൻ കൊണ്ടുവന്ന ഈ ക്യാഷ് വൈറ്റ് മണിയാക്കി അവർ മാറ്റി. അത് ഷെയർ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്ത് 7.5 കോടിക്ക് മേലെ രൂപ ഉണ്ടാക്കാനായിരുന്നു ബാബയുടെ പ്ലാനിങ്. പിറ്റേന്നത്തെ ദിവസം വളരെ നിർണായകമായിരുന്നു. അതിക്ക് കാശ് കൊടുക്കാന്ന് പറഞ്ഞ ലാസ്റ്റ് ഡേ ഇന്നാണ്. പക്ഷെ നിർഭാഗ്യവശാൽ അവിടെ ഷെയർ മാർക്കറ്റ് ഇടിയുന്നു. ഈ വിവരം സ്വാതിയാകട്ടെ സൂര്യയോട് പറയുന്നുണ്ട്. അവർ രണ്ടുപേരും ആകെ ടെൻഷനിലായി. അതേസമയം ആദ്യ ഡയറക്റ്റ് ആയിട്ട് ആ എയർലൈനെല്ലാം സ്വന്തമാക്കി എറിഞ്ഞിട്ട് ഗുപ്തയാകട്ടെ ദേഷ്യത്തിൽ ആദിയുടെ കൂടെ ഉണ്ടായിരുന്ന ടാഗോറിനെ കിഡ്നാപ്പ് ചെയ്യുന്നു. എന്നാൽ ടാഗോറിന്റെ കൂടെ ആദിയുടെ മകനുണ്ടായിരുന്നു. കിഡ്നാപ്പ് ചെയ്യുന്നതിന് മുൻപ് തന്നെ ടാഗോർ ആകട്ടെ ആദിയുടെ മകനോട് പറയുന്നുണ്ട് നീ വണ്ടിയുടെ ബാക്കിൽ ഒളിച്ചിരിക്കാൻ, അച്ഛൻ വന്നെങ്കിൽ മാത്രമേ പുറത്തിറങ്ങാൻ പാടുള്ളൂ എന്ന്. ടാഗോറിന്റെ മകൻ ആ കാറിലുണ്ടായിരുന്ന കാര്യം ഗുപ്തയ്ക്ക് അറിയില്ലായിരുന്നു. അവൻ ഇപ്പോഴും കാറിന്റെ ബാക്കിൽ ഒളിച്ചിരിപ്പാണ്. സൂര്യ ആകെ ടെൻഷനിലായിരുന്നു. ഷെയർ മാർക്കറ്റ് ഇടിഞ്ഞ് കാശ് കിട്ടില്ല എന്നുള്ള ടെൻഷനിലിരിക്കുമ്പോഴാണ് ബഡ്ഡിയുടെ കോൾ അവന് വരുന്നത്. അവൻ ബാബയുടെ കയ്യിൽ ഫോൺ കൊടുക്കുന്നു. ബാബ അവനോട് പറയുന്നുണ്ട് ഷെയർ മാർക്കറ്റ് ഇടിയുന്നതിന് കുറച്ച് മുൻപ് തന്നെ ഞാൻ എല്ലാ ഷെയർസും വിറ്റുവെന്ന്. എനിക്കകത്ത് ഒരു ഇൻഫോമർ ഉണ്ടായിരുന്നു. അതുകൊണ്ട് കറക്റ്റ് സമയത്തെല്ലാം വിൽക്കാനും പറ്റി, പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ ക്യാഷ് നേടാനും പറ്റി. ഇത് കേട്ടപ്പോഴാണ് ശരിക്കും സൂര്യക്ക് സമാധാനമായത്. ഈ കളിയിൽ തങ്ങൾ വിജയിച്ചു എന്നവർക്ക് മനസ്സിലായി. സൂര്യ പറഞ്ഞ പ്രകാരം പെട്ടെന്ന് തന്നെ ബാബയാകട്ടെ ബെന്നിയുടെ അക്കൗണ്ടിലേക്ക് 5 കോടി രൂപ ഇടുന്നു. ബാക്കിയുള്ള 2.5 കോടിയുമായിട്ട് ബഡ്ഡി തിരിച്ച് ബാങ്കിലേക്ക് വരും. എന്നാൽ കുറച്ചു കഴിയുമ്പോൾ ബഡ്ഡിയാകട്ടെ അവനെ വിളിച്ചിട്ട് പറയുന്നുണ്ട് എന്റെ പിറകെ കുറച്ച് ഗുണ്ടകളുണ്ട്, അവന്മാർ കാശ് തട്ടിയെടുക്കാനുള്ള ശ്രമത്തിലാണെന്ന് തോന്നുന്നു. ഇത് ഗുപ്തയുടെ ആൾക്കാരായിരുന്നു. കാരണം ആദ്യമാകട്ടെ പറഞ്ഞ പ്രകാരം 5 കോടി രൂപ അവന്റെ അക്കൗണ്ടിൽ കാണിച്ചു കഴിഞ്ഞാൽ ഗുപ്ത അവിടെ തോക്കും. ഇത് നടപ്പിലാക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് സൂര്യയുടെ പുറകെയും ബഡ്ഡിയുടെ പുറകെയും അവൻ ആൾക്കാരെ അയച്ചത്. ആ സമയത്ത് ബാങ്കിൽ സൂര്യയുടെ ഇഷ്യൂ നടക്കുകയാണ്. ബെന്നി മരിച്ചതിന്റെ പിന്നില് മർഡർ ആണെന്ന് അവർ പറയുന്നുണ്ട്. സൂര്യ ബെന്നിയെ കൊന്ന ശേഷം ആ ക്യാഷ് മൊത്തം അടിച്ചെടുത്തു എന്നാണ് അവർ തെറ്റിദ്ധരിക്കുന്നത്. ബെന്നിയുടെ യഥാർത്ഥ ഡെത്ത് സർട്ടിഫിക്കറ്റ് കണ്ടെങ്കിൽ മാത്രമേ അവർക്കത് വിശ്വാസമാകൂ. ആ സർട്ടിഫിക്കറ്റ് എങ്ങനെ കൊടുക്കണമെന്നുള്ള ചിന്തയും സൂര്യക്കുണ്ടായിരുന്നു. തൽക്കാലം ആ പ്രശ്നമെല്ലാം ഹാൻഡിൽ ചെയ്യാൻ സ്വാതി ഏൽപ്പിച്ച ശേഷം സൂര്യ ആകട്ടെ ബഡ്ഡിയുടെ അടുത്തേക്ക് പോയി. കുറച്ചു കഴിയുമ്പോൾ സ്വാതി ആകട്ടെ ആ ബാങ്ക് മാനേജറിന്റെ ഓഫീസേഴ്സിന്റെ അടുത്തേക്ക് ബെന്നിയുടെ ഡെത്ത് സർട്ടിഫിക്കറ്റ് കൊണ്ടുകൊടുക്കുന്നു. ഇതെവിടെ നിന്ന് കിട്ടിയെന്ന് ചോദിക്കുമ്പോഴാണ് അവൾ ഒരു പെൺകുട്ടിയെ ചൂണ്ടിക്കാണിക്കുന്നത്. ബെന്നിയുടെ വൈഫും സഹോദരിയും അവിടെ വന്നിട്ടുണ്ടായിരുന്നു. ആ പെൺകുട്ടിയെ കാണിക്കുന്നിടത്താണ് ഈ മൂവിയിലെ ഒരു വലിയ ടെസ്റ്റ്. കാരണം ഈ പെൺകുട്ടിയെ നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ട്. ബെന്നിയുടെ അക്കൗണ്ടിലുള്ള 2 ലക്ഷം രൂപ എടുക്കാൻ വേണ്ടിയിട്ട് സൂര്യ ഇടയ്ക്ക് പോയി ഒരു ബാങ്കിൽ വഴക്കുണ്ടാക്കിയിരുന്നില്ലേ, ഇത് അതേ പെൺകുട്ടി തന്നെയായിരുന്നു. അവൾ വീൽ ചെയറിലായിരുന്നു അന്ന് ഇരുന്നിരുന്നത്. ശരിക്കും ഈ കഥയിലെ ആരും അറിയാതെ പോയ ഒരു എലിയായിരുന്നു അവൾ. അന്ന് സൂര്യ ആ 2 ലക്ഷം രൂപ എടുക്കാൻ വന്ന സമയത്ത് അവളോട് പറഞ്ഞിരുന്നു ബെന്നിയും അവനും വലിയ കൂട്ടുകാരാണ്. ഉള്ള റമ്മികളിലെല്ലാം തന്നെ അവൻ പറഞ്ഞിട്ടാണ് ബെന്നി കാശ് ഇറക്കുന്നതെന്നും. ക്യാഷ് വിഡ്രോ ചെയ്യുന്നതിനെ പറ്റി ബാങ്ക് മാനേജർ
മാനേജറോട് സംസാരിക്കാന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് ഇറങ്ങി പോകുന്നതാകട്ടെ ബെന്നിയുടെ സഹോദരിയെ വിളിക്കാനായിരുന്നു. അവർ ഓൾറെഡി ഒരു ഫിനാൻഷ്യൽ ക്രൈസിസിലായിരുന്നു. അതുകൊണ്ട് തന്നെ അവർക്ക് ഓൾറെഡി ഒരു പ്ലാൻ ഉണ്ടായിരുന്നു. ബെന്നിയുടെ അക്കൗണ്ടിൽ ഇനി വരാൻ പോകുന്ന ക്യാഷ് എല്ലാം തന്നെ ഏതെങ്കിലും അക്കൗണ്ട് വഴി അവർക്ക് സ്വന്തമാക്കണമെന്ന്. അതിനു വേണ്ടിയിട്ട് ഇവിടെ വന്നിരിക്കുന്ന സൂര്യയുടെ അക്കൗണ്ട് നമുക്ക് യൂസ് ചെയ്യാമെന്നാണ് അവർ സംസാരിച്ചുകൊണ്ടിരുന്നത്. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം സൂര്യയുടെ പേരിൽ ഫേക്ക് അക്കൗണ്ട് തുടങ്ങിയതും ബെന്നിയുടെ അക്കൗണ്ടിൽ ഉണ്ടായിരുന്ന 5 കോടി അതിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ട് അത് സ്വന്തമാക്കിയതും എല്ലാം തന്നെ ഇവളായിരുന്നുവെന്ന്. ഇപ്പൊ ഇവൾ ബാങ്കിൽ വന്നിരിക്കുന്നത് നേരത്തെ ബാബ ബെന്നിയുടെ അക്കൗണ്ടിലേക്ക് 5 കോടി ഇട്ടിരുന്നില്ലേ, ആ ഒരു കാശ് കൂടി സ്വന്തമാക്കാൻ വേണ്ടിയിട്ടാണ്. ബെന്നിയുടെ അക്കൗണ്ടിൽ നിന്ന് കാണാതെ പോയിന്ന് പറഞ്ഞ ക്യാഷ് തിരിച്ചു കയറിയിട്ടുണ്ടെന്നും അതെനിക്ക് വിഡ്രോ ചെയ്യണമെന്നും അവൾ പറയുന്നു. ബാങ്കുകാര് അതവൾക്ക് വിഡ്രോ ചെയ്ത് കൊടുക്കുകയും ചെയ്തു. അതേസമയം തന്റെ മകനും ടാഗോർ അപകടത്തിലാണെന്ന് മനസ്സിലാക്കി ആദ്യമായിട്ട് അവിടേക്ക് ചെല്ലുന്നു. ഒരു സൈഡില് ഗുപ്തയുടെ സംഘവുമായിട്ട് ആദ്യ അടിയുണ്ടാക്കുന്ന സമയത്ത് ഇവിടെ ബഡ്ഡിയുടെ കയ്യിൽ നിന്നും കാശ് തട്ടിയെടുക്കാൻ വന്ന ആൾക്കാരുമായിട്ട് ബാബയും സൂര്യയും ഫൈറ്റ് ചെയ്യുന്നു. എന്നാൽ അവസാനം അവരുടെ കയ്യിൽ നിന്ന് ആ കാശ് ആ ഗുണ്ടകൾ കൊണ്ടുപോവുകയാണ്. സൂര്യ ഇത് കണ്ട് ആകെ ടെൻഷനിലായി. പെട്ടെന്ന് ബഡ്ഡി പറയുന്നുണ്ട് അത് യഥാർത്ഥത്തിൽ ക്യാഷ് അല്ല എന്ന്. യഥാർത്ഥ ക്യാഷ് ഓൾറെഡി തന്നെ ബാബയുടെ കൂടെ ഉണ്ടായിരുന്ന ചോട്ടു നമ്മുടെ ബാങ്കിന്റെ വേസ്റ്റ് ഏരിയയിൽ കൊണ്ടിട്ടിട്ടുണ്ട്. അവരെങ്ങനെ ആ ക്യാഷ് എടുത്ത് തിരിച്ചു കൊണ്ടുപോയി ആ ലോക്കറിൽ വെക്കാൻ വേണ്ടിയിട്ട് വേസ്റ്റ് ഏരിയയിലേക്ക് ചെല്ലുമ്പോഴാണ് അവിടെ ഉണ്ടായിരുന്ന പശു ആകട്ടെ കുറെ ക്യാഷ് തിന്നു തീർത്തു എന്ന് മനസ്സിലാക്കുന്നത്. ഇനിയിപ്പോ നോക്കൊണ്ടിരിക്കാൻ സമയമില്ല, എണ്ണി തിട്ടപ്പെടുത്താനും സമയമില്ല, ഉള്ള ക്യാഷ് നമുക്ക് തിരിച്ചു കൊണ്ടുവയ്ക്കാം. പക്ഷെ അതിനിടയിൽ സ്വാതി അവനെ വിളിച്ചിട്ട് പറയുന്നുണ്ട് ഇവിടെ ആകെ പ്രശ്നമായി. നമ്മൾ നേരത്തെ സംസാരിക്കുന്ന എന്തൊക്കെയോ ആ പങ്കജാകട്ടെ ഒളിഞ്ഞിരുന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ വാൾട്ട് എന്ന് പറയുന്നത് അവൻ കേട്ടു. എന്തോ വലിയ സ്കാം ആണെന്ന് മനസ്സിലാക്കി അവനാകട്ടെ ഷീലയോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു. ഷീല ഇപ്പോൾ അത് വലിയ ഇഷ്യൂ ആക്കി മാറ്റിയിരിക്കുകയാണ്. അതുകൊണ്ട് ഇപ്പൊ ഇനി വാൾട്ടിലേക്ക് തുക കൊണ്ടുവയ്ക്കുക എന്ന് പറയുന്നത് വളരെയധികം റിസ്ക് ആയിരുന്നു. മാത്രമല്ല കുറച്ച് സെക്കൻഡ് നേരത്തേക്ക് CCTV ഓഫാക്കാൻ വേണ്ടിയിട്ട് ആദിയുടെ ആൾക്കാരെ അറിയിക്കുകയും വേണം. എന്നാൽ ഇവിടെ ആദിയും ഗുപ്തയും തമ്മിലുള്ള പ്രശ്നം നടക്കുന്നിടത്തേക്ക് ഗുപ്തയുടെ യഥാർത്ഥ ബോസ് അവിടേക്ക് വരുന്നു. ശരിക്കും അയാളൊരു പൊളിറ്റീഷ്യൻ ആയിരുന്നു, വളരെ പവർ ഉള്ളൊരു മനുഷ്യൻ. ആദിക്ക് അയാളെ കാണാനായിരുന്നു ഏറ്റവും വലിയ താല്പര്യം. ഗുപ്തയെ ആദ്യം തമ്മിലുള്ള പ്രശ്നം എല്ലാം തന്നെ അയാൾക്ക് ഓൾറെഡി അറിയാം. കാരണം ഗുപ്തയുടെ ഗ്യാങ്ങിലുള്ള ഒരാളെ അയാൾ നേരത്തെ ഏർപ്പാടാക്കിയിട്ടുണ്ടായിരുന്നു എല്ലാ കാര്യങ്ങളും തന്നെ അറിയിക്കാൻ വേണ്ടി. നിനക്ക് എന്നെ കാണേണ്ട ആവശ്യം എന്താണെന്ന് അയാൾ ആദിയോട് ചോദിക്കുമ്പോൾ ആദ്യ പറയുന്നുണ്ട് എനിക്കൊരു ലക്ഷ്യമുണ്ട്, ആ ലക്ഷ്യത്തിൽ എത്തിച്ചേരാൻ എനിക്ക് നിങ്ങളെ ആവശ്യമാണ്. നിങ്ങൾ വരാൻ പോകുന്ന ഇലക്ഷനിൽ ഒരുപാട് ക്യാഷ് ഇറക്കുമെന്ന് എനിക്കറിയാം. ആ ഇലക്ഷനിൽ വിജയിക്കണമെങ്കിൽ അത്രത്തോളം ക്യാഷ് നിങ്ങൾക്ക് വേണ്ടിവരും. ആ ക്യാഷ് എല്ലാം തന്നെ ഞാൻ തരാം, ഏകദേശം 18,000 കോടി. അത് കേട്ടതും അയാൾ ഞെട്ടി. ഇത്രയും തുക നീ എന്തിനാ എനിക്ക് തരുന്നതെന്ന് ചോദിക്കുമ്പോൾ അവൻ പറയുന്നുണ്ട് നിങ്ങൾ കിങ് ആയിക്കോ, പക്ഷെ കിങ് മേക്കർ ഞാനാകും. എന്റെ മകന് സേഫ് ആയിട്ടുള്ളൊരു ജീവിതമാണ് വേണ്ടത്. അവനെ ഒരാളും തൊടാൻ പാടില്ല, ഒരു ഗുണ്ടകളോ ആക്രമിക്കാൻ പാടില്ല. അവന്റെ സുരക്ഷ ഉറപ്പാക്കുന്ന ഒരു സ്ഥാനത്തേക്ക് എനിക്ക് എത്തിച്ചേരണം. അത് ഞാൻ എന്റെ വൈഫിന് കൊടുത്ത വാക്കാണ്. പക്ഷെ അപ്പോഴും അയാൾ പറയുന്നുണ്ട് 18,000 കോടിയൊക്കെ തരാമെന്ന് നീ പറയുന്നു, അക്കൗണ്ടിൽ നിന്നും പോയ ആ 5 കോടി ഇതുവരെ നിനക്ക് തിരിച്ചു കിട്ടിയിട്ടില്ലല്ലോ, അത് ആദ്യം തിരിച്ചു വാങ്ങിച്ച് കാണിക്ക്. അങ്ങനെയാണെങ്കിൽ നീ പറയുന്നതിനെല്ലാം തന്നെ ഞാൻ ഓക്കെ പറയാം. കൃത്യം 5:30 അത് തന്റെ അക്കൗണ്ടിൽ കയറുമെന്നാണ് ആദ്യ പറയുന്നത്. ഇപ്പോൾ സമയം 5:15 ഓക്കെ ഞാൻ വെയിറ്റ് ചെയ്യാമെന്ന് ആ പൊളിറ്റീഷ്യൻ പറയുന്നു. ആദ്യമാകട്ടെ സൂര്യയ്ക്ക് വേണ്ടിയുള്ള സഹായങ്ങൾ ആ നേരം കൊണ്ട് ചെയ്തു കൊടുക്കുകയാണ്. 10 മിനിറ്റ് സമയത്തേക്ക് മാത്രമേ ക്യാമറ ഓഫ് ആകൂ. എന്നാൽ ക്യാമറ ഓഫായ സമയത്ത് ഇവർക്ക് വാൾട്ടിലേക്ക് ക്യാഷ് കൊണ്ടുപോയി വെക്കാൻ പറ്റുന്നില്ല. കാരണം ഫയർ അലാം അടിക്കാൻ നോക്കിയിട്ട് ബഡ്ഡിയുടെ കയ്യിലുണ്ടായിരുന്ന ആ ലൈറ്റർ ഓൺ ആകുന്നുണ്ടായിരുന്നില്ല. ആ സമയം കൊണ്ട് തന്നെ ഷീലയും മറ്റാൾക്കാരും പ്രശ്നം ഉണ്ടാക്കുകയും മുകളിൽ നിന്നെല്ലാം ആൾക്കാർ വന്നതോടുകൂടി അവരെല്ലാവരും ചേർന്നിട്ട് വാൾട്ട് തുറന്ന് പരിശോധിക്കാനും ആരംഭിച്ചു. വാൾട്ടിൽ ക്യാഷ് മിസ്സിംഗ് ആണെന്നുള്ള കാര്യം എല്ലാവരും അറിഞ്ഞു. ആരും തന്നെ പുറത്തു പോകാൻ പാടില്ല എന്നും എല്ലായിടവും ചെക്ക് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അവിടെ എല്ലാവരും ചെക്ക് ചെയ്യാൻ ആരംഭിച്ചു. സൂര്യയുടെ കയ്യിലുണ്ടായിരുന്ന ബാഗും ആ സെക്യൂരിറ്റീസും ഓഫീസേഴ്സും കണ്ടു. അവരത് ചെക്ക് ചെയ്യുകയായിരുന്നു. പക്ഷെ അത് തുറന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഷീലയുടെ റൂമിൽ ചെക്കിങ് നടക്കുകയായിരുന്നു. അവളുടെ ലോക്കറിൽ നിന്നും ആ ക്യാഷ് കണ്ടെടുക്കുന്നു. ഇനിയാണ് ചെറിയൊരു ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നത്. കറക്റ്റ് സമയത്ത് വാൾട്ടിൽ ക്യാഷ് വെക്കാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിയ സൂര്യ ആകട്ടെ നേരത്തെ ബഡ്ഡി പറഞ്ഞു കൊടുത്ത ഷീലയുടെ ലോക്കറിന്റെ നമ്പർ ഓർമ്മയുള്ളത് കൊണ്ട് തന്നെ അതിൽ കൊണ്ടുപോയി ക്യാഷ് വെക്കുന്നു. എന്നിട്ട് ഈ സ്കാമിന് പിന്നില് ഷീലയാണെന്ന് വരുത്തി തീർക്കുന്നു. അവിടെയുള്ള എല്ലാവർക്കും തന്നെ ഷീലയോട് ദേഷ്യമായിരുന്നു കൊണ്ട് തന്നെ എല്ലാവരും അവൾക്കെതിരെയാണ് സംസാരിക്കുന്നത്. ഓഫീസേഴ്സ് ചിന്തിക്കുമ്പോഴും കാര്യം ശരിയാണ്. ഒരു കീ ഉള്ളത് അവളുടെ കയ്യിലാണ്, രണ്ടാമത്തെ കീ ആരുടെ കയ്യിലാണെന്ന് നോക്കുമ്പോൾ അത് പങ്കജിന്റെ കയ്യിലായിരുന്നു. ഇവർ രണ്ടുപേരും ഭയങ്കര ക്ലോസ് ആണെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. അപ്പൊ രണ്ടുപേരും ചേർന്നിട്ടുള്ള ക്രൈമാണെന്ന് തന്നെയാണ് അവരെല്ലാവരും വിചാരിക്കുന്നത്. അതോടെ സംഭവം മുകളിലേക്ക് അറിയിക്കുകയും രണ്ടുപേരെയും ജോലിയിൽ നിന്ന് പറഞ്ഞുവിടാനും ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യാനുള്ള ഓർഡർ വരികയും ചെയ്തു. പക്ഷെ ഇവിടെ മറ്റൊരു പ്രശ്നം ഉടലെടുക്കുന്നുണ്ടായിരുന്നു. ആദിയുടെ അക്കൗണ്ടിലേക്ക് 5 കോടി ഇടണം. എന്നാൽ ആ 5 കോടിയാകട്ടെ ബാബ ബെന്നിയുടെ അക്കൗണ്ടിലേക്കാണല്ലോ ഇട്ടിരുന്നത്. അത് വന്ന് ബെന്നിയുടെ വൈഫ് വിഡ്രോ ചെയ്തുകൊണ്ട് പോവുകയും ചെയ്തു. ഇനി നമ്മൾ എങ്ങനെ ആദിക്കത് കൊടുക്കുമെന്ന് ആലോചിച്ചിരിക്കുമായിരുന്നു അവർ. എന്നാൽ പക്ഷെ കറക്റ്റ് സമയത്ത് ആദിയുടെ അക്കൗണ്ടിൽ 5 കോടി കയറി. അതോടുകൂടി ആ പൊളിറ്റീഷ്യന് ആദ്യ വിശ്വാസമാവുകയും അവന്റെ കൂടെ ഒരു ഡീലിന് ഒരുങ്ങുകയും ചെയ്യുന്നുണ്ട്. ആദ്യ താൻ വാങ്ങിച്ചെടുത്ത എയർലൈൻ എല്ലാം തന്നെ ആ പൊളിറ്റീഷ്യന് കൊടുക്കുന്നു. അയാളുടെ മകൾ ബർത്ത്ഡേക്ക് ആഗ്രഹിച്ചിരുന്നു സ്വന്തമായിട്ടൊരു എയർലൈൻ വേണമെന്ന്. അത് ഗിഫ്റ്റായിട്ട് കൊടുക്കാനായിരുന്നു അയാൾ അത് വാങ്ങിക്കാൻ വേണ്ടി ഇത്ര കഷ്ടപ്പെട്ടത് തന്നെ. ഇനി ആ 5 കോടി എങ്ങനെയാണ് ആദിയുടെ അക്കൗണ്ടിൽ കയറിയത് എന്നുള്ള കഥയാണ് കാണിക്കുന്നത്. ഓൾറെഡി തന്നെ സൂര്യക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു എന്റെ ഫേക്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തതും 5 കോടി അടിച്ചു മാറ്റിയതും എല്ലാം തന്നെ ബെന്നിയുടെ വൈഫായ ആ ബാങ്കിലുണ്ടായിരുന്ന പെൺകുട്ടിയാണെന്ന്. കാരണം ബെന്നിയെ കാണാൻ വേണ്ടിയിട്ട് അവിടെ ചെല്ലുമ്പോൾ അവന്റെ ഡെഡ് ബോഡി ആണല്ലോ അവൻ കണ്ടത്. ആ സമയത്ത് തന്നെ ആ പെൺകുട്ടിയെ ആ വീട്ടിൽ കണ്ടിരുന്നു. അവൻ ആ പെൺകുട്ടിയോട് എല്ലാ സത്യങ്ങളും പറയുന്നു. എന്നാൽ ആ പെൺകുട്ടി പറയുന്നുണ്ട് ആ 5 കോടി ഇപ്പോൾ എന്റെ കയ്യിലില്ല എന്ന്. അത് തിരിച്ചു തരാനും എനിക്കിപ്പോൾ
ഇപ്പോൾ ഉടനെ പറ്റില്ല, 3-4 മാസമെങ്കിലും എടുക്കും. ഒരുപാട് വികലാംഗരും കുട്ടികളും വൃദ്ധരും ഉള്ളൊരു ഓർഫനേജ് ആയിരുന്നു അത്. അവരെല്ലാവരും ചേർന്നിട്ടായിരുന്നു അത് നടത്തിക്കൊണ്ട് പോയിക്കൊണ്ടിരുന്നത്. ബെന്നി ആ ഒരു ലാൻഡ് പണയം വെച്ചിട്ടാണ് ലോൺ എടുത്തതും ഒരുപാട് ക്യാഷ് പൊട്ടിച്ചു കളഞ്ഞതും. ആ സ്ഥലം തിരിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ ഈ സ്കാം എല്ലാം നടത്തിയത് തന്നെ. ബെന്നിയുടെ ഫ്രണ്ടും ബെന്നിയെ പോലെ ഫ്രോഡാണെന്ന് തെറ്റിദ്ധരിച്ചാണ് അവന്റെ അക്കൗണ്ടിലൂടെ ഇവർ ഈ ട്രാൻസാക്ഷൻ എല്ലാം നടത്തിയതും. ഇപ്പോൾ സൂര്യയുടെ മുൻപിൽ ഒരു വഴിയേ ഉള്ളൂ, ഇവരെ ഭീഷണിപ്പെടുത്തി ഇവരുടെ കയ്യിൽ നിന്നും ആ ക്യാഷ് തിരിച്ചു വാങ്ങുക, അല്ലെങ്കിൽ ഇവരോട് ദയ തോന്നിയിട്ട് ഈ ക്യാഷ് ഇവനായിട്ട് തന്നെ സ്വന്തമായിട്ട് എവിടെ നിന്നെങ്കിലും സംഘടിപ്പിക്കുക. രണ്ടാമത്തെ ഓപ്ഷനാണ് അവൻ ചൂസ് ചെയ്യുന്നത്. അവരെ ആരെയും തെരുവിലേക്ക് ഇറക്കാൻ അവൻ ആഗ്രഹമുണ്ടായിരുന്നില്ല. അതുകൊണ്ട് നേരത്തെ ബെന്നിയുടെ വൈഫ് വന്ന് ആ 5 കോടി ബാങ്കിൽ നിന്ന് വിഡ്രോ ചെയ്തെങ്കിലും അത് അവള് തന്നെയാണ് ആദിയുടെ അക്കൗണ്ടിലേക്ക് ഇട്ടുകൊടുക്കുന്നത്. അങ്ങനെ അവൾ അവിടെ ഡയറക്റ്റ് വരികയും ആ ക്യാഷ് ഡയറക്റ്റ് വിഡ്രോ ചെയ്യുകയും ചെയ്യുന്നതിലൂടെ തന്നെ സൂര്യയുടെ മേലുള്ള ആരോപണങ്ങളെല്ലാം തന്നെ തെറ്റാണെന്ന് ബാങ്കുകാർക്ക് മനസ്സിലാവുകയും ചെയ്തു. പക്ഷേ ഈ കാര്യങ്ങളെല്ലാം തന്നെ ആദിക്കും അറിയാമായിരുന്നു. കാരണം ഇടയ്ക്ക് വെച്ച് ആദിയുടെ ഒരാൾ വന്ന് ആദിയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു സൂര്യ നിഷ്കളങ്കനാണെന്ന്, അവനല്ല 5 കോടി അടിച്ചു മാറ്റിയതെന്ന്. അവനൊരു പെൺകുട്ടിയെ സഹായിക്കാൻ വേണ്ടിയാണ് ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് സൂര്യ ബാങ്കിൽ നിന്നും ക്യാഷ് എടുക്കാൻ വേണ്ടിയിട്ട് സഹായം ചോദിച്ചപ്പോൾ ആദ്യം അതിനെല്ലാം സമ്മതിച്ചതും ആ CCTV ക്യാമറാസ് എല്ലാം തന്നെ ഓപ്പറേറ്റ് ചെയ്തതും. എല്ലാം നിങ്ങൾക്ക് അറിയാമായിരുന്നെങ്കിൽ എന്തിനാ എന്നെ ഇത്ര കഷ്ടപ്പെടുത്തിയെന്ന് സൂര്യ ചോദിക്കുന്നുണ്ട്. എന്നാൽ ആദ്യം പറയുന്നുണ്ട് ഗുപ്ത എന്നെ ചലഞ്ച് ചെയ്തുകൊണ്ട് മാത്രമാണ് ആ 5 കോടി നിന്നിൽ നിന്ന് എന്നെ തിരിച്ചെടുക്കാൻ വേണ്ടി ഞാൻ ഇത്ര കഷ്ടപ്പെട്ടത്. ആദിക്കും സൂര്യയ്ക്കും ഇടയിൽ ഇപ്പോൾ ഒരു പ്രശ്നങ്ങളും ഇല്ല. പോകുന്നതിന് മുമ്പ് ആദ്യമാകട്ടെ സൂര്യയ്ക്ക് ഒരു ഗിഫ്റ്റും കൊടുത്തിട്ടാണ് പോകുന്നത്. അവൻ വാങ്ങാൻ ആഗ്രഹിച്ചിരുന്ന ആ ഒരു ഫ്ലാറ്റ് ഫുൾ ക്യാഷും മുടക്കി ആദ്യമാകട്ടെ സൂര്യയ്ക്ക് വാങ്ങിക്കൊടുത്തിരുന്നു. അങ്ങനെ അവരവിടെ താമസം ആരംഭിക്കാൻ തുടങ്ങിയാണ്. ആ സമയത്ത് ബാബയാകട്ടെ അവനെ വിളിച്ചിട്ട് പറയുന്നുണ്ട് ഞാൻ ഇത്തവണ ഹോഴ്സ് റൈഡിംഗ് മത്സരത്തിൽ ബെറ്റ് വെച്ച് ഒരുപാട് തുക സ്വന്തമാക്കിയെന്ന്. ഇടയ്ക്ക് വെച്ച് അയാളാകട്ടെ ആദിയോട് ഒരു ലക്കി നമ്പർ പറയാൻ പറഞ്ഞിരുന്നു. അവൻ പറഞ്ഞു കൊടുത്ത 7 എന്ന നമ്പറായിരുന്നു ഇത്തവണ അയാൾ ബെറ്റ് വെച്ചത്. അതിലൂടെ അയാൾക്ക് ഇഷ്ടം പോലെ ക്യാഷ് കിട്ടുകയും ചെയ്തു. അതിലൊരു വിഹിതം ഇവർക്ക് 2 പേർക്കും കൊടുക്കുമെന്ന് സൂര്യയോടും ബഡ്ഡിയോടും അയാൾ പറയുന്നു. ഇതോടുകൂടി ഇഷ്ടം പോലെ ക്യാഷ് അവരുടെ കയ്യിലേക്ക് വരികയായി. ആ സന്തോഷത്തിലാണ് ഈ ഒരു മൂവി അവസാനിക്കുന്നത്. ഈ മൂവിയുടെ സ്റ്റോറി എങ്ങനെയുണ്ടായിരുന്നു നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക. എക്സ്പ്ലനേഷൻ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.